വിഷു തൂക്കുന്നതൊക്കെ അവര് തൂക്കിക്കോട്ടെ, നമ്മൾ തോക്കില്ല. തൂക്കിയില്ലെങ്കിലും തോക്കില്ല. ഒരു ലെങ്തി സീൻ ഉണ്ട്, ഒരു 9 പേജിന്റെ ഒരു സീനുണ്ട്. അത് പുള്ളി ഒറ്റയ്ക്ക് തന്നെ പെർഫോം ചെയ്യുന്നത്. കഥാപരമായിട്ട് വർക്കായി, പക്ഷെ തിയേറ്ററിൽ ഓടുമോ ഇല്ലയോ എന്നൊരു പേടിയുണ്ട്. ആട് തന്നെ സംഭവിച്ചതുപോലെ, ഫസ്റ്റ് പാർട്ടിന് സംഭവിച്ചതുപോലെ സംഭവിച്ചാലോ, ഇതേ വഴിയുള്ളൂ. ഐ മീൻ എനിക്കിത് വിട്ടിട്ട് ഞാൻ വേറെയും ജോലികൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും 2 മാസത്തിന് മേലൊന്നും എവിടെയും നിൽക്കില്ല. ഒന്നാമത് സെക്കൻഡ് പാർട്ട് എന്നുള്ളത് സ്കാം ആയിരിക്കുന്ന സമയമായിരുന്നു. ആ പേടിയൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഇതൊക്കെ കുറ്റപ്പെടുത്താറുള്ളതാ. ഇത് ഈ പടത്തിലൊക്കെ എന്തിനാണ് ഞാൻ ആ പറച്ചിൽ നിർത്തി. തിയേറ്ററിൽ അടിക്കണമെന്ന് പ്ലാനോട് കൂടി തന്നെ എഴുതിയിട്ടുള്ളതാണത്. ഒരു ഹൗസ്ഫുൾ ബോർഡിന്റെ അടുത്ത് നിൽക്കുക, ഞങ്ങൾക്ക് ക്രൂ ഷോന് പോലും ഹൗസ്ഫുൾ കിട്ടിയിട്ടില്ല. ഈ വിജയം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, നിറയെ ഹൗസ്ഫുൾ ബോർഡുകൾ വരണമെന്നും അതിന്റെ മുന്നിൽ നിങ്ങളുടെ ഫോട്ടോ കാണണമെന്നും. വെൽക്കം കൃഷ്ണദാസ്. സമീപകാലത്ത് മലയാളത്തിൽ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിലർ കട്ടായിരുന്നു മോഹിനിയാട്ടത്തിന്റെ. ഞാനൊന്ന് മെസ്സേജ് അയക്കുമ്പോൾ പോലും അത് ആ എക്സൈറ്റ്മെന്റ് അല്ല, കാരണം കണ്ട് കിട്ടുന്ന ഹൈയിലാണ് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നത്. ആ കിക്ക് ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് വരേണ്ട ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ പ്രോപ്പർ ട്രെയിലർ കട്ട്. ഇതിൽ ഓൾറെഡി നമുക്ക് ഈ ഫാമിലി അറിയാവുന്നതുകൊണ്ട് ഈ മൂഡിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ, ഓക്കെ ഇവരുടെ കൂടെ നിൽക്കാം, എന്താ അടുത്ത സർപ്രൈസ് എന്നുള്ളത്. ഈ ഹുക്കിംഗ് വളരെ സ്ട്രോങ് ആയിരുന്നു. ശരിക്ക് മോഹിനിയാട്ടം എന്താണ്, ഡാർക്ക് ഹ്യൂമർ അപ്പുറത്തേക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, ഈ ആളുകൾ വെൽക്കം ന്യൂട്ടുന്ന പോലെ ഇപ്പൊ എന്താ പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം? അല്ല, ഡാർക്ക് ഹ്യൂമർ ആണ് എന്നുള്ളത് ശരി തന്നെയാണ്. നമുക്ക് ഭരതനാട്യത്തിൽ കോമഡി കുറവായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതിയും അങ്ങിങ്ങായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഭരതനാട്യം കോമഡി പടമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഞാനതൊരു, നമ്മൾ പറയില്ല, ഇപ്പൊ സത്യനന്ദിക്കാട് സിനിമയിൽ തമാശ കുറവായിരുന്നു എന്ന് ആരും അഭിപ്രായം പറഞ്ഞേക്കാറില്ല. അതിൽ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെ ഞാനും അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തമാശ കുറവായിരുന്നു, ഞാനതിന് തമാശ ഒരുപാട് ഉണ്ടാവും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ എന്തോ സൈജോട്ടൻ പടമാകുമ്പോൾ അതിൽ തമാശയായിരിക്കും ആളുകൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതെല്ലാം ഇതില് നമ്മള് ഭരതനാട്യത്തിൽ എന്താണെന്നുള്ള അതിൻ്റെ ഒരു *2*3 ഹ്യൂമറുകൾ ഇതില് വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ആവുമെന്നാണ് പ്രതീക്ഷ. കണ്ടിട്ടുള്ളവർക്ക് വർക്ക് ആയിട്ടുണ്ട്. അതില് ട്രെയിലറില് ഡയലോഗ് രസമായിരുന്നല്ലോ, ഇതെങ്ങനെ പറ്റും, എന്റെ അച്ഛനെ കൊണ്ട് പറ്റും, നീ പോടാ വഴി പോക്കാ. ഇതൊക്കെ നമ്മളുടെ വിഷ്വൽ മെമ്മറിയിൽ ഇതൊക്കെ രജിസ്റ്റേർഡ് ആണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കൃഷ്ണദാസിന്റെ തന്നെ എന്താ ഏറ്റവും പ്ലസ് പോയിന്റിൽ ഒന്നാണ് ഈ ഡയലോഗ് റൈറ്റിംഗ്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ച് പറഞ്ഞ പോലെ ഭരതനാട്യത്തിൽ അച്ഛൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നീ ഇതൊരു സ്പിരിറ്റിൽ എടുക്കണമെന്ന് പറയുമ്പോൾ ഏത് സ്പിരിറ്റ് എന്നൊക്കെ വളരെ നോർമൽ ആൻഡ് കാഷ്വൽ ആയിട്ട് ആ മൊമെന്റിൽ പറഞ്ഞു പോകുന്നതാണല്ലോ. എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഒരു ഫാമിലിയിൽ ഒരു കഥ സെറ്റ് ചെയ്യുന്നു, പല സ്വഭാവത്തിലുള്ള പല പ്രകൃതിയിൽ നിൽക്കുന്ന പല കഥാപാത്രങ്ങള്, ഇവർക്കൊരു മിഷൻ ഉണ്ട്. മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ ഇവരാരും മറ്റേ ഒരു ഹോസ്റ്റലിൽ വളർന്നവരല്ല, ഒറ്റ മൈൻഡല്ല, ഒറ്റ മൂഡല്ല, പല മൈൻഡിലുള്ളവര് ഒരുമിച്ച് നിർത്തണം. ഇതിനിടയ്ക്ക് ഇവർ അടിപൊട്ടണം, ഇത് സോൾവ് ആവണം, മേജർ കോൺഫ്ലിക്റ്റ് അപ്പുറത്തേക്ക് ഇവരുടെ മൈൻഡിലെ കോൺഫ്ലിക്റ്റുകൾ ഓരോ മറ്റു ഭൂഖണ്ഡങ്ങൾ പോലെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിലൊക്കെ ബോറടിക്കാണ്ട് ആൾക്കാർ ഇരിക്കണം. അതിന് പ്രോപ്പർ ഡയലോഗ് റൈറ്റിംഗ്, പ്രോപ്പർ സീൻ റൈറ്റിംഗ്, ഇതിലെല്ലാം എടുക്കുന്ന വലിയ എഫേർട്ട് ഉണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഒരു വീടിനകത്ത് ഒരു എന്റർടൈനർ സെറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര അധികം ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അച്ചീവ് ചെയ്താൽ അത്രയധികം സ്റ്റെപ്പുകൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എഴുത്ത് ഓഫ് ഭരതനാട്യം മോഹിനിയാട്ടം, അത് ശരിക്ക് 2 സിനിമ എഴുതി കഴിയുമ്പോഴത്തേക്കും ആസ് എ റൈറ്റർ എന്നുള്ള കോൺഫിഡൻസും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഇപ്പൊ ഇരിക്കുന്നത്. അതെ, ഇത് എനിക്ക് ഡയലോഗ്സില് നിർബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ തന്നെ വരണം, അതിങ്ങനെ തന്നെ പറയണം എന്നുള്ള കാര്യങ്ങൾ. അത് എനിക്ക് റൈറ്റിങ്ങിൽ ഏറ്റവും ഞാൻ എൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് വിശ്വസിക്കുന്ന ഏരിയ ഡയലോഗ്സ് ആണ്. അതെ. അപ്പൊ അതിപ്പോ ഞാനും വിഷ്ണുവായിട്ട് കോറേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും വിഷ്ണു സ്ക്രീൻ പ്ലേ പരിപാടികളിൽ നമ്മളിപ്പോ കോൺഫ്ലിക്റ്റ്, ഇവിടെ ലാഗ് വരുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ അവൻ അനാലിസിസ് ഭയങ്കര വിഷ്ണുവിന്റെ. ഞാൻ ഡയലോഗാ എൻ്റെ സ്ട്രോങ് ഏരിയ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് കൊളാബ് ചെയ്തിട്ട് എഴുതാറുള്ളത്. അപ്പോൾ എനിക്ക് കാരണം ഹ്യൂമറുകൾ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ അതിനൊരു രസമുണ്ട്. കാരണം ഇത് പ്ലെയിൻ ആയിട്ടും പറയാം. അപ്പൊ അങ്ങനെ തമാശകൾ കൊണ്ടുവരാൻ എനിക്കിഷ്ടം. അതായത് ഇപ്പൊ വെർബൽ കോമഡികൾ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ടു കൗണ്ടർ അടിക്കുക എനിക്കിഷ്ടം. അതൊക്കെ കാണാനും കേൾക്കാനും ഇഷ്ടമാണ്. സ്റ്റിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മൾ കണ്ടു ചിരിക്കുന്ന തമാശകൾ. ഇപ്പൊ ശ്രീനിവാസൻ സാറിന്റെ സെറ്റയർ പരിപാടികളും ഭയങ്കര, ഇപ്പോഴും പല പടങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇത് അന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള പോലത്തെ സാധനങ്ങളും ഇതൊക്കെ ഇങ്ങനെ എഴുതുന്നു എന്ന് തോന്നിക്കുന്ന പോലെ അതിന്റെ ഒക്കെ ഒരു അതൊക്കെ ആവാൻ നോക്കുന്നതാണ്. ഇതില്
എന്താ പ്യുവർ വെജിറ്റേറിയനെ അച്ഛന് ഇഷ്ടം ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അമ്മ വന്നിട്ടാണല്ലോ ഡയലോഗ് പറയുന്നത്. ഈ ഭരത മൂപ്പർക്ക് ഇഷ്ടം ചിക്കൻ കറിയാണല്ലോ. ഈ അത് ഭയങ്കര രസമുള്ള സാധനമാണ്. കാരണം പലപ്പോഴും എത്ര ഭംഗിയുള്ള സീൻ എഴുതി വരുമ്പോഴും ഡയലോഗിൽ കൺവേ ആയില്ലെങ്കിൽ ഇമ്പാക്ട് ഇല്ലാതെ പോകുന്നുണ്ടല്ലോ. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടായ മറ്റൊരു സർപ്രൈസ് ആയിരുന്നു സുരാജ് ഏട്ടനെ ബാക്ക് ടു ഹ്യൂമർ സെറ്റിങ്ങിൽ കാണാന്നുള്ളത്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും അധികം ഫേസ്ബുക്ക് പോസ്റ്റ് സുരാജ് വെഞ്ഞാറമ്മൂടിനെ കുറിച്ച് ഇട്ടിട്ടുള്ളത് സുരാജ് ഏട്ടൻ ഈ ജോൺറയിൽ തിരിച്ചു വരണം, ഇവിടെ പുള്ളിയുടെ ആബ്സെൻസ് അറിയുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അവിടെയാണ് സുരാജ് വെഞ്ഞാറമ്മൂട് കാസ്റ്റ് ചെയ്യുന്നത്. എന്താ ശരിക്കും സുരാജ് ഏട്ടൻ്റെ ഒരു കാസ്റ്റിംഗ് ഈ സിനിമയുടെ പാർട്ട് ആവുന്നതിൽ എന്താ ഇപ്പൊ പറയാൻ പറ്റുന്ന, റിവീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ അങ്ങനെ ആഫ്റ്റർ റിലീസ് പറയുന്നതായിരിക്കും കുറെയൊക്കെ ബെറ്റർ ആവാതെ തോന്നുന്നുണ്ട്. അത് അല്ല, നമുക്കെന്താ വെച്ചാൽ ഹ്യൂമറും പിടിക്കാനറിയണം, സീരിയസും പിടിക്കാറിയണം. സീരിയസ് ആയിട്ട് ഹ്യൂമർ പറയുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് സുരാജ് ഏട്ടൻ ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ്സ് എഴുതുന്ന സമയത്ത് ഒരു കുത്തിടും, 2 കുത്തിടും. അത് ഈ ഡയലോഗ്സ് തമ്മിലുള്ള പോസ് ഉണ്ടാവില്ല, ആ പോസുകൾക്ക് അറിഞ്ഞ് കുത്തിന്റെ എണ്ണം കൂട്ടലും കുറയ്ക്കലൊക്കെ. എനിക്കറിയില്ല ഇത് ഈ മനുഷ്യൻ എങ്ങനെയാണ് അത് മീറ്റർ പിടിച്ചു പോയെന്നുള്ളത്. കാരണം ഞാൻ കാര്യമായിട്ടൊന്നും പോയി പറഞ്ഞിട്ടില്ല പുള്ളിയുടെ സീൻ പേപ്പർ നമ്മുടെ ചീഫ് കൊണ്ട് കൊടുക്കുന്നുണ്ട്, പുള്ളി അടുത്ത് പറയുന്നുണ്ട്, പുള്ളി കാഷ്വലായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചിരിച്ചും തമാശ കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സാധനം എത്തുമ്പോൾ ഈ പോസും കാര്യങ്ങളും ഇതൊക്കെ അത് പുള്ളി അത് മനസ്സിലാക്കിയിട്ടുള്ളതാണോ അതോ ഇയാൾക്ക് വെറുതെ ഇല്ല നാഷണൽ അവാർഡ് കിട്ടിയത് എന്ന് നമുക്ക് തോന്നും. അതങ്ങ് സീനങ്ങ് വലുതാവും. പുള്ളി കൃത്യമായിട്ട്, കാരണം ഒരു ലെങ്തി സീൻ ഉണ്ട്, ഒരു 9 പേജിന്റെ ഒരു സീനുണ്ട്, അത് പുള്ളി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അവിടേക്ക് ഈ കുത്തുകളും കാരണം 9 പേജ് ഡയലോഗ് എന്ന് പറഞ്ഞത് ആ ഫുൾ ഡയലോഗ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വെറും കഥാപ്രസംഗം പോലെ, വെറും കഥാപ്രസംഗം പറഞ്ഞാൽ ആർത്തല്ലോ പറഞ്ഞു, ആളുകൾക്ക് ചിലപ്പോൾ ഇത് കുറെ നേരം ഈ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ അതിന്റെ മോഡുലേഷൻ പുള്ളി പിടിച്ചോണ്ട് പോകുന്നത് ശരിക്കും അതിശയം തോന്നുന്നത്. അപ്പൊ ഞാനും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു ആരെങ്കിലും പോയിട്ട് ഇനിയിപ്പോ പുള്ളിയുടെ അടുത്ത് ഈ കുത്തുകൾ ഇതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ള പറഞ്ഞു കൊടുത്തു? ഇല്ല, ആരും പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞു. അപ്പൊ പക്ഷെ പുള്ളി അത് പിടിച്ച് ചെയ്തതൊക്കെ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് നമ്മുടെ മേജർ കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു സീനാത്. അപ്പൊ അതൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എന്നാ അത് വിട്ട് കഴിഞ്ഞാൽ പുള്ളി ഇപ്പുറത്ത് വന്നിരുന്ന് എൻ്റെ എന്നുള്ള മൈക്ക് മേടിച്ച് ബീറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി അങ്ങനെ ജോളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. സിനിമകളുടെ വിധിയെ പറ്റിയൊക്കെ ആൾക്കാർ പല ആവർത്തി പല കാലഘട്ടങ്ങളിൽ പല സിനിമകളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പല പടങ്ങളും അന്ന് തിയേറ്ററിൽ സക്സസ്ഫുൾ അല്ലായിരുന്നു. ഈ അന്ന് എന്നുള്ളത് കുറെ കേട്ടെടുത്താണ് ഇന്ന് എന്ന സിനാരിയോയില് ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അത് ഭയങ്കര ആശ്ചര്യമോചിച്ച ഒരു പ്രൊഡക്റ്റ് പോലെ ഒരു സിനിമ ഒരു മക്കളെ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഉറപ്പായിട്ടും ഒരുപാട് ഹോപ്സ് ഉണ്ടാവാം. അവിടെ തിയേറ്ററിൽ വേണ്ടത്ര ഒരു സ്വീകാര്യത ലഭിക്കാത്ത സമയത്തും പോസ്റ്റ് OTT റിലീസിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട സിനിമ ഭരതനാട്യം. അങ്ങനെ ഒരു വിധി വന്ന ആ ഒരു വിധിയുടെ ഭാഗമായൊരു സിനിമയുടെ 2ാം ഭാഗം എന്നുള്ളത് അങ്ങനെ എല്ലാവരും ചിന്തിക്കണതല്ല. അത് സെറ്റപ്പ് ചെയ്ത് അതൊരു എന്താ പറയുക സ്ട്രക്ചർ ചെയ്തെടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്യാന്നുള്ളത്. അവിടെയാണ് ഭരതനാട്യത്തിന്റെ 2ാം ഭാഗമായിട്ട് മോഹിനിയാട്ടമായിട്ട് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ 2ാം ഭാഗത്തിലേക്ക് എത്തുന്നു, ഈ 2ാം ഭാഗം എന്നുള്ള ഐഡിയയിൽ എത്തുന്ന വരെയുള്ള ജേണി എന്തായിരുന്നു? ഭരതനാട്യം ഞാൻ എഴുതിയത് 2021 ലോക്ക്ഡൗണിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി ആ ടൈമിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു. ആ പ്ലാറ്റ്ഫോം പക്ഷേ ടേക്ക് ഓഫ് ആയില്ല. 30 to 40 lakhs ബഡ്ജറ്റിൽ പുതിയ ആളുകളൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാം എന്നൊക്കെയുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അങ്ങനെ എഴുതി വെച്ചൊരു പരിപാടിയായിരുന്നു ഭരതനാട്യം എന്ന് പറയുന്നത്. പിന്നീട് കോവിഡ് പോയി, ലോക്ക്ഡൗൺ മാറി, എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ട്, കോവിഡും ഇല്ല, പ്ലാറ്റ്ഫോമും ഇല്ല. പിന്നെ ഇത് ഇനിയിപ്പോൾ സിനിമയാക്കാമല്ലോ. അപ്പോൾ അത് സിനിമയാക്കാൻ വേണ്ടി ഇറങ്ങി ഒരു പ്രൊഡക്ഷനിലോട്ട് ആദ്യം പോയി പിച്ച് ചെയ്തു. അത് വർക്കായി അവിടെ. അപ്പോൾ അവർ പറഞ്ഞു അന്ന് ഒരു 1.5 മണിക്കൂർ പടം എന്നുള്ള രീതിയിലായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 മണിക്കൂറിലോട്ടേക്ക് ആക്കാം, തിയേറ്ററിലോട്ടേക്ക് അതിൽ ഇനി പടം പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ 2 മണിക്കൂർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാനുള്ളൊക്കെ അപ്പോഴാണ് കൊടുത്തിട്ടുള്ളത്. മുമ്പ് സ്ട്രെയിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സിനിമ തുടങ്ങുന്നു എന്നുള്ളത് പോലെയാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിൽ അങ്ങനെ 2 മണിക്കൂറിലോട്ട് അത് കിടന്നത്. പിന്നെ അതിലോട്ട് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ മുന്നൊക്കെ ഞാൻ സൈജു ചേട്ടനെ അപ്രോച്ച് ചെയ്ത് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കഥയ്ക്ക് വേണ്ടി തന്നെ. മുമ്പൊരിക്കൽ ഞാൻ ഒരു കഥ പറയാൻ പോയപ്പോൾ സൈജു ചേട്ടനത് കഥാപരമായിട്ട് വർക്കായി, പക്ഷെ തിയേറ്ററിൽ ഓടുമോ ഇല്ലയോ എന്നൊരു പേടിയുണ്ട്. ആട് തന്നെ സംഭവിച്ചതുപോലെ, ഫസ്റ്റ് പാർട്ടിന് സംഭവിച്ചതുപോലെ സംഭവിച്ചാലോ, ചിരിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ
ഒരു പേടി പുള്ളിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പക്ഷെ വേറെ സൈജോട്ടിനെ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് എഴുതി കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് സിനിമ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് സൈജോട്ടിനെയാണ്, മെസ്സേജ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ലീഡ് നോക്കുന്നില്ല. ഇപ്പോൾ വർഷത്തിലൊരെണ്ണമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പുള്ളി അത് സ്ഥിരമാക്കാനുള്ളൊരു ഉദ്ദേശമില്ല, അതുകൊണ്ട് താൻ വേറെ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഞാൻ വേറെ പ്രൊഡക്ഷനിൽ പോയതും പിന്നെ അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ആക്കി. പിന്നീട് ഒരു ആർട്ടിസ്റ്റ് വന്നു. പക്ഷെ അവിടെ ഒരു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മെറ്റീരിയലൈസ് ആയില്ല. അത് വിട്ട് വേറൊരു ആർട്ടിസ്റ്റിലോട്ട് പോയി, അത് മെറ്റീരിയലൈസ് ആയില്ല. വീണ്ടും വേറൊരു ആർട്ടിസ്റ്റിലോട്ട് പോയി. അപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ അങ്ങോട്ട് പ്രൊജക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ടും. ലാസ്റ്റ് ഈ സമയം കൊണ്ട് സൈജോട്ടൻ സ്ഥിരം നായകനായി തുടങ്ങി. വരാൻ തുടങ്ങി. അപ്പൊ ഇതൊരു അതാണ് 2021 അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. 21, 22, 23, 24 ഞാൻ ഭരതനാട്യം സംഭവിക്കുന്നത്. 23 ഒരു എൻഡിലെത്തിയിട്ടാണ് ഞാൻ സൈജോട്ടിനോട് പോയി പറഞ്ഞത്. അപ്പൊ കേൾക്കാൻ റെഡിയായി, പറഞ്ഞു, വർക്കായി. പിന്നെ സ്ക്രിപ്റ്റ് റീഡിങ്ങിന് ഇരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി വർക്കായി. അപ്പോൾ പ്രൊഡക്ഷൻ നോക്കിക്കോളൂ, പുള്ളിയും നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വഴിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൈജോട്ട് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ തോമസ് തിരുവല്ല നമ്മുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിയെ കണക്ട് ചെയ്തു. പുള്ളി കൊച്ചിയിലോട്ട് വരുന്നുണ്ട്. ഈ സംഭവങ്ങളെ പിച്ച് ചെയ്തിട്ടുണ്ട്. സൈജോട്ടനായിട്ട് തന്നെ കഥ പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു അത് പുള്ളിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കാൻ വരാമെന്ന് പറഞ്ഞ് വന്ന് ഫുൾ സ്ക്രിപ്റ്റ് ഒരു ദിവസം രാത്രി ഇരുന്ന് വായിച്ച് അപ്പം തന്നെ പുള്ളി കൈ തന്നു, ചെയ്യാമെന്ന് പറയുന്നു. ടീം അപ്പം പിറ്റേന്ന് രാവിലെ ഇത് സംഭവിക്കുന്ന രാത്രി 10-10 ആകുമ്പോൾ പിറ്റേന്ന് രാവിലെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങാൻ പറഞ്ഞു. സൈജോട്ടൻ എപ്പോഴാണ് ഫ്രീ എന്ന് ചോദിച്ചപ്പോൾ സൈജോട്ടൻ അടുത്ത മാസം ഫ്രീ ആണെന്ന് പറഞ്ഞു. ഒരു മാസം മാത്രമേ ഉള്ളൂ ഇനി പടം ചെയ്യാൻ. ഞാനാണെങ്കിൽ അങ്ങോട്ട് റിയാലിറ്റി ആണ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇത് പടം ഓണായി എന്നുള്ളത് സന്തോഷിക്കാൻ ഒരു ദിവസമെങ്കിലും കൊള്ളാമെന്നുണ്ടായിരുന്നു. അതും കിട്ടിയില്ല. ഇതിപ്പോൾ ആ ടീം സെറ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോണ വഴിയാണ് സൈജോട്ടൻ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞാനും ഇതിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്, ഞാനൊരു കോ പ്രൊഡ്യൂസർ ആവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ, അടിപൊളി. ഇതിപ്പോ പാതിരാത്രി ഈ ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ, ഇത് ആരെ വിളിച്ചിട്ട് ഇപ്പൊ ഈ സന്തോഷം ഒന്നും പറയുന്നതൊന്നും സമയമില്ല. രാവിലെ ആകുമ്പോഴേക്കും പണി തുടങ്ങേണ്ടതാണ്. ലൊക്കേഷൻ ഹണ്ട് ഉണ്ട്, ആർട്ടിസ്റ്റുകൾ പഠിക്കണം. ആകെ ഒരു മാസമാണ് കയ്യിലുള്ളത്. പിന്നെ അങ്ങനെ ഒരു പോക്ക് പോയത്. പിന്നെ ഇവിടെ എത്തി, പിന്നെ ബ്രേക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഭരതനാട്യം കഴിഞ്ഞ് പിന്നെ മോഹിനിയാട്ടം ഇപ്പോ ഞാൻ ഒരു 5-6 വർഷമായിട്ട് ഈ ശശിധരനും സരസ്വതി അമ്മയും ഭരതനാട്യമൊക്കെ ഇടയിലാണ്. 2021 തുടങ്ങിയതാണ്. ഇതൊരു 5 വർഷം ഈ ഫാമിലിയുടെ ഉള്ളിലെ ഞങ്ങൾ കറങ്ങണേ. അല്ല, എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത് ഈ തെരച്ചില്, അലച്ചില് ഇതൊക്കെ ഈ ജേണിയുടെ പാർട്ടാന്നറിയാം. എങ്കിലും ഒരു ഫ്യൂവൽ ഉണ്ടാവില്ല എപ്പോഴും. ഇപ്പോ ഭരതനാട്യത്തിന് ഒരുപക്ഷെ തിയേറ്റർ റിലീസിൽ വിഷമിക്കുന്ന പോയിന്റിൽ പോലും നെക്സ്റ്റ് ചിന്തിച്ച് അതിലോട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ശരിക്കും അത് എന്തായിരുന്നു? ഇതേ വഴിയുള്ളൂ. ഐ മീൻ എനിക്കിത് വിട്ടിട്ട് ഞാൻ വേറെയും ജോലികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും 2 മാസത്തിന് മേലൊന്നും എവിടെയും നിൽക്കില്ല. അതൊക്കെ പതുക്കെ അവിടെ ഇറങ്ങി പോരും. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ തന്നെ തൂങ്ങി നിന്നേ ഒക്കൂ എന്നുള്ളതുകൊണ്ട് നെക്സ്റ്റ് എന്തെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ സൈജോട്ടിൻ്റെ അടുത്ത് അതിന് മുന്നേ ഭരതനാട്യം റിലീസിന് മുന്നേ ഞാൻ ഒരു സബ്ജക്റ്റ് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പതുക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമെന്ന് അറിയില്ലെങ്കിൽ പോലും എന്തായാലും ഇതിൻ്റെ പരിപാടി തീർന്നു, അടുത്തതായിട്ട് നടക്കാം. അപ്പോൾ ഡയറക്ഷൻ നടന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ റൈറ്ററായിട്ടെങ്കിലും നിൽക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു മാസം തള്ളി നീക്കിയത്. മീൻ തിയേറ്ററിൽ വർക്കാവാതെ OTT റിലീസ് ആവുന്നത് വരെയുള്ള ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. വേറെയും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് OTT റിലീസ്. നമ്മള് സത്യം പറഞ്ഞ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല ഈ സിനിമ എന്ന് പറഞ്ഞു. OTT വർക്കാവും എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കാണാം, OTT വന്നിട്ട് കാണാം എന്നെങ്കിലും ആൾക്കാർ പറയണ്ടേ. ഇത് അതിന് പോലും ആൾക്കാരെ അറിഞ്ഞിട്ടില്ല. കാരണം പല പ്രശ്നങ്ങൾ ആ സമയത്ത് ചുറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളത്. അറ്റൻഷൻ നമ്മൾ ആക്ച്വലി ഒരു സാധാരണ ഒരു മീഡിയോകോർ ബഡ്ജറ്റ് സിനിമയ്ക്ക് ചെയ്യേണ്ട മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ അറ്റൻഷൻ ആളുകൾ നോക്കണം. അതാരുടെയും കുറ്റമല്ല. കാരണം ആ സമയത്ത് അത്രയും പ്രശ്നങ്ങൾ, ഇപ്പോൾ വയനാട് ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വട്ടം നമ്മൾ റിലീസിനിടയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം കാരണം. അതും വിട്ടിട്ട് നമുക്കൊരു സിനിമ ഒരുപാട് കാലം ഹോൾഡിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ അത്രയും പ്രശ്നത്തിനാണ് എല്ലാവരും ചിന്ത അങ്ങോട്ടാണ്. പിന്നെ ഹേമ കമ്മിറ്റി ഇഷ്യൂസ് ഉണ്ട്, എന്റർടൈൻമെന്റ് വേണ്ടോളം അവിടെ കിട്ടുന്ന ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ കിടന്ന് പാട്ടിറക്കുന്നു, പോസ്റ്റർ ഇറക്കുന്നു, അതൊന്നും നോക്കണില്ല, നമുക്ക് കാണിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകളിലോട്ട് അവരത് കണ്ടില്ല എന്നുള്ളതുകൊണ്ട് കുറെ പേര് മാർക്കറ്റ് ചെയ്തിരുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു. ആക്ച്വലി ചെയ്തിരുന്നു, പക്ഷെ അത് എത്തിപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കുറെ ബഹളങ്ങളുടെ ഇടയിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ തന്നെ ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ അതാരും OTT വെയിറ്റ് ചെയ്യാൻ, OTT വെയിറ്റ് ചെയ്ത് കാണുമ്പോഴേ ഇതുണ്ടാവുക. നമുക്ക് പ്രതീക്ഷയില്ല. അല്ല, അറിയാത്തൊരു പടം ആരിപ്പോ OTT പോയി കാണാൻ.
കാര്യമായിട്ട് OTT-യിലോട്ടേക്ക് വേറെ പുഷ് നമ്മൾ കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, തിയേറ്ററിൽ ഇങ്ങനെ ആയി എന്നുള്ളതുകൊണ്ട്. പിന്നെ അജിത്ത് ജോസഫ് സാറിൻ്റെ ആയിരുന്നു ഫസ്റ്റത്തെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു സെലിബ്രിറ്റി പോസ്റ്റ് പുള്ളിയുടെ ആയിരുന്നു. എഴുതിയത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പുള്ളി തറവിൽ എൻജോയ് ചെയ്ത് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നു. കൊള്ളാം, പുള്ളിയെങ്കിലും കണ്ടല്ലോ എന്ന് ആവശ്യം. പിന്നെ അവിടുന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങി പിന്നെ ഒരു മാസം പിന്നെ അതൊരു ടൈമായിരുന്നു. കാരണം നമ്മൾ വിഷമിച്ച ഒരു പരിപാടി മൊത്തം മാറിയൊരു ടൈമായിരുന്നു. ഒരു കുറച്ച് ശതമാനമെങ്കിലും എന്താ പറയുക, തിയേറ്റർ ഹിറ്റ് ആണ് നമുക്ക് ആഗ്രഹമുള്ള കാര്യം. സ്റ്റിൽ പടം ആളുകളോട്ട് എത്തിയല്ലോ, കണ്ടല്ലോ, റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടല്ലോ. ഇവിടെ ഇതിങ്ങനെ OTT-യിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. തോമസ് ചേട്ടൻ്റെ ആയിരുന്നു ഐഡിയ സെക്കൻഡ് പാർട്ട് ചെയ്യാവുന്ന. തോമസ് ചേട്ടൻ സൈജോട്ടിനെ വിളിച്ചു, പിന്നെ രണ്ടുപേരും കൂടി എന്നെ കോൺഫറൻസ് കോളിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതിനൊരു സാധ്യതയില്ല, പറഞ്ഞു എവിടെ നിർത്ത് സെക്കൻഡ് പാർട്ട് ചെയ്യാനാ, കാരണം നമ്മളൊരു പ്രോപ്പറോടെ എൻഡ് ചെയ്തിട്ടുള്ളതാ. പിന്നെ ആളുകൾക്ക് വേണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് പറഞ്ഞാലും അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്ന പടങ്ങൾ സെക്കൻഡ് പാർട്ട് എന്നുള്ളത് സ്കാം ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ആ പേടിയൊക്കെ നമുക്കുണ്ട്, നമ്മൾ ഇതൊക്കെ കുറ്റപ്പെടുത്താറുള്ളതാ. ഈ പടത്തിലൊക്കെ എന്തിനാണ് ഞാൻ ആ പറച്ചിൽ നിർത്തി കാരണം ഈ പടത്തിലും സെക്കൻഡ് പാർട്ട് എന്തിനാണെന്നുള്ള ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവും. ഞാനും ചോദിച്ചത് ആദ്യം അതാ, ഇതിനെന്തിനാ ചേട്ടാ സെക്കൻഡ് പാർട്ട്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ തോമസ് ചേട്ടൻ വെച്ചപ്പോ ഇതെല്ലാം വർക്കായല്ലോ ഇപ്പൊ OTT-യിൽ, അപ്പൊ ഇനി ചിലപ്പോ ഓഡിയൻസ് തിയേറ്ററിലോട്ട് വരുമോ. അപ്പൊ ഞാൻ സെയിം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമുക്ക് പുതിയൊരു കഥ വേണമെങ്കിൽ ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട ദാസ, അത് ഭരതനാട്യത്തിന് സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു നാട്ടിൻപുറം ഡാർക്ക് ഹ്യൂമർ സിനിമ ഫാമിലി പടം ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തോമസ് ചേട്ടൻ ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഞാൻ ഭരതനാട്യം പോലെ തന്നെ ട്രൈ ചെയ്യില്ല പറഞ്ഞു, കാരണം അതവിടെ കഴിഞ്ഞു. പിന്നെ ഞാനൊരു 3-4 വർഷം അത് കൊണ്ട് നടന്നു എന്നുള്ളതുകൊണ്ട് നമുക്കൊരു ബോറടി ഉണ്ടല്ലോ. അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നമ്മളൊരു പണിയെടുക്കാത്ത പോലത്തെ ഒരു ഫീല് വരും ചിലപ്പോൾ. OTT-യിൽ ഇത് ആൾക്കാർ കണ്ടു, ഇനിയിപ്പോൾ ഇത് തന്നെ തിയേറ്ററിൽ ഇറക്കിയാലും വന്നോളും എന്നുള്ളൊരു പരിപാടിയിൽ ഇറങ്ങിയ അതൊരു ഉഴപ്പൻ പരിപാടിയാണ്. അത് ചിലപ്പോൾ ഈ സ്കാമായിട്ട് ആൾക്കാർ കണ്ടു. അപ്പോൾ ചേട്ടൻ വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കോറേറ്ററായിട്ട് വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണു ഭരതനാട്യത്തിൽ മാത്രമാണ് എൻ്റെ ഒപ്പം കോറേറ്റ് ചെയ്യാത്തത്. അത് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വരാതെ, അല്ലെങ്കിൽ അവൻ അതിലുണ്ടായേനെ. എനിക്കൊക്കെ എപ്പോഴും സീനുകളെ കിട്ടുക, ആദ്യം ഒരു സിറ്റുവേഷനെ കിട്ടുക. ഇവിടെ ഒരാൾ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന ഒരാൾ, പിന്നെ അതേ പിടിച്ചിട്ടാണ് ചുറ്റും കഥ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ 2-3 സീക്വൻസുകൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മോഹിനിയാട്ടത്തിലുള്ളത് കിട്ടിയിരുന്നു. ഈ കത്തിയ സാധനങ്ങൾ വിഷ്ണുവിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് വിഷ്ണുവിന് വർക്കായി, വിഷ്ണു തിരിച്ച് പറയാൻ തുടങ്ങി ഓരോത്. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ ഏതാണ്ടൊരു ഇത് എവിടെ നടക്കും എങ്ങനെ നടക്കും എന്നുള്ളൊരു കാര്യം കിട്ടി. അപ്പൊ അത് നമ്മളിപ്പോൾ ഈ ഭരതനാട്യത്തിന് സക്സസ് മീറ്റ് നടക്കുന്ന ടൈമിൽ ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ സംസാരിക്കുമ്പോഴാണ് ഞാൻ തോമസോട് പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെയുള്ള സീനുകളൊക്കെയാണ് ഉണ്ടാവുക, ഇതേ ചുറ്റുപറ്റിയൊരു ഡാർക്ക് ഹ്യൂമർ ആയിരിക്കും, ഫീൽ ഗുഡ് സ്വഭാവം നമുക്കൊന്ന് കുറയ്ക്കാം, കാരണം മേ ബി അതൊക്കെ ആയിരിക്കാം തിയേറ്ററിൽ വർക്കാവാതെ പോയിട്ടുണ്ടാവുക. ഫീൽ ഗുഡ് സിനിമ വർക്കാവുന്നുണ്ട് തീർച്ചയായും, ഇപ്പോൾ സർവമായ ഇതെല്ലാം ഇപ്പോൾ വർക്കായിട്ടുള്ള, നമുക്കത് പറ്റും തോന്നുന്നില്ല. നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ഗുഡ് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും OTT-യിലോട്ടേക്ക് പോവും. അതല്ലാതെ ഞാൻ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്, കാരണം ഇനീഷ്യൽ ഓഡിയൻസ് എന്ന് പറയുന്നവരുടെ ആണല്ലോ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അവരെ ഒന്ന് ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഭരതനാട്യം ഓഡിയൻസും ഉണ്ട്. അപ്പോൾ ഈ തിയേറ്ററിൽ വരും ചെയ്യും. അപ്പോൾ ആ 2 പേർക്കും എന്നുള്ള തരത്തിൽ ഒരു പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സീനുകളൊക്കെ പറഞ്ഞത്. ഇങ്ങനെയായിരിക്കും ഇപ്പം അതിൻ്റെ ഒരു കഥയും വരാൻ സാധ്യത, ഇതായിരിക്കും എന്നിട്ട് കോൺഫ്ലിക്റ്റ് എന്നുള്ള പരിപാടി. പിന്നെ കുറച്ച് സീനുകൾ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അങ്ങനെ സക്സസ് മീറ്റ് നടന്ന് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരോടും കുറച്ചുകൂടെ കേട്ട് തോമസും പറഞ്ഞു നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണെന്നൊക്കെ ഉള്ളത്. അതൊരു 2024 ഡിസംബർ 14 ആയിരുന്നു. അവിടെ തൊട്ട് എഴുത്ത് തുടങ്ങി, ഇവിടെ എത്തി നിൽക്കുന്നു. എന്താ ആദ്യ സംവിധാന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് രണ്ടാമത്തെ സംവിധാന ചിത്രം. പക്ഷെ അതില് പോസിറ്റീവായിട്ടുണ്ടല്ലോ. ഒരു പക്ഷെ ഈ എൻറ്റയർ ഇവരൊരു മാപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു ഇല വീണാൽ കൃഷ്ണദാസ് മുരളിക്ക് അറിയാവുന്ന സാധനം ഉണ്ടല്ലോ, ഇവരുടെ കൂടെയുള്ള ലോങ് ജേണി, ഇവരെന്ത് പ്ലാൻ ചെയ്യും, എന്ത് ചിന്തിക്കും, ഇതൊക്കെ അതിലൊരു മേൽക്കൈ ഉണ്ടല്ലോ. ഇവരെ വെച്ച് വേണമെങ്കിൽ ഒരു 3-4 കൂടെ ഉണ്ടാക്കാൻ അത് ആ കോൺഫിഡൻസ് എനിക്ക് ഇതുള്ളത്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോവാൻ സംഭവിക്കുകയാണെങ്കിൽ ഇവരെ വെച്ച് ഓരോ പാർട്ട് ഓരോ ജോണർ ചെയ്യണം എന്നുള്ളതാണ്. ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ ചെയ്തു, സെക്കൻഡ് ഡാർക്ക് ഹ്യൂമർ, ചെറിയ ലൈറ്റ് ത്രില്ലർ പരിപാടിയാണ്. ഒരു കുടുംബം, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. പലരും പല അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ പക്ഷെ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞു പോയെന്നുള്ളൂ, വെറുതെ ഹിന്റ് ഇട്ടോന്നല്ല, അതൊന്നും പ്ലാൻ. ഇതോടുകൂടി നിർത്തണം.
എനിക്കൊന്ന് ട്രെയിലറിലെ ഏറ്റവും ഹുക്കിംഗ് സാധനമായിരുന്നു മേർഡർ ഹൈഡിങ് എന്നുള്ളത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അവിടെ തന്നെ ആൾക്കാർ ഹുക്ഡ് ആണല്ലോ. ഓക്കെ, ഇതാണ് ഇനി പരിപാടി. ഒരു പക്ഷെ പെട്ടെന്ന് ആൾ കണക്ട് ചെയ്യുമ്പോൾ ചന്ദമാമയിൽ ജഗതിച്ചേട്ടൻ നോക്കിക്കൊണ്ട് പോകുന്ന ഒരു വിഷ്വലൊക്കെ ആണല്ലോ ഈ മേർഡർ ഹൈഡിങ്ങിലോട്ടൊക്കെ ആദ്യം കണക്ട് ആവുന്നത്. ഈ ഇങ്ങനൊരു ടോപ്പിക്ക്, സബ്ജക്റ്റ് അത് സിനിമയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നാട്ടിൻപുറത്ത് ഒരു ഫാമിലിക്കകത്ത് സംഭവിച്ചാൽ എന്താണെന്നുള്ളത് ഓക്കെ ഹുക്ഡ് ആണ്. ഇവിടെ വരുന്ന ഈ പറഞ്ഞ സാധാരണക്കാരായ പ്രേക്ഷകര്, അല്ലാതെ പുറത്തെ സിനിമകൾ ഒരുപാട് കാണുന്ന പ്രേക്ഷകര്, റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന പ്രേക്ഷകര്, എല്ലാ തരത്തിലുള്ള ഓഡിയൻസിലോട്ടും ഇത് എത്തിക്കണം. ഒരു മിനിമം ലെവലിൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്നുള്ളത്. ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത് ഒപ്പം ഇത് എഴുതുന്ന സമയത്ത്, സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഫൈനൽ ഔട്ട് കാണുന്നത്, ഇപ്പൊ ഇന്ന് ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇത് ഫൈനൽ കാണുന്നവരെ ഈ ഓഡിയൻസ് എന്നുള്ളത് കൂടെ അതും കൂടെ വലിയൊരു കൺസേൺ ആണോ? എന്താ ശരിക്കും ഒരു മേക്കർ റൈറ്റർ എന്താ മൈൻഡ് സെറ്റ് എന്താ? കൺസേൺ ആണ് തീർച്ചയായിട്ടും. കാരണം കാരണം ഇതിങ്ങനെ മാറുന്നുണ്ട്. നമ്മളിപ്പോ മുമ്പ് ഫാമിലി പടം ആയിട്ട് വരുന്ന സിനിമകൾക്ക് ആദ്യമേ ഫാമിലി എത്തുമായിരുന്നു. ഇപ്പോ അങ്ങനെ ഇല്ല. OTT കൂടി വന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു വേർതിരിവ് കൃത്യമായിട്ട് ഉണ്ട്. അപ്പൊ അത് തിയേറ്ററിൽ പോയി കാണണോ OTT കണ്ടാൽ മതി ഒന്ന് തീരുമാനിക്കുന്ന ഓഡിയൻസ് ഇപ്പൊ യങ്സ്റ്റേഴ്സാ. അവര് വന്നിട്ട് അവര് പുറത്ത് വിടുന്നതാണ് ഈ പറയുന്ന ഫാമിലി ഓഡിയൻസിലോട്ടും എത്തുക. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തണം. നമ്മൾ ഫാമിലി ഓഡിയൻസിന്റെ സംവിധായകനാണ് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തണം. അങ്ങനെ എത്താൻ എനിക്ക് ഉദ്ദേശിച്ചില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാ. അപ്പൊ എന്നാലേ ഇവര് ആദ്യമേ നമ്മളെ ട്രസ്റ്റ്. അതെ. അപ്പൊ ഇപ്പൊ സത്യൻ സാറിന്റെ പടങ്ങൾക്കൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല. ഏത് ഷോയ്ക്ക് ആരിട്ടാലും ആൾക്കാർ ഓടി എത്തും. ഇങ്ങനെ ഈ ഒരു പരീക്ഷണം വേണ്ടി വരില്ല അതിന്. നമ്മൾ പടം ചെയ്യുമ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസങ്ങൾ വരുന്നവരും ഇനി കൺസിഡർ ചെയ്താലേ പരിപാടി മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളൊരു മനസ്സിലുണ്ട്. അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഫാമിലി ആൾക്കാരാണ് എന്നുള്ളതുകൊണ്ട് അവരെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം, ഈ പുതിയത് വരുന്ന ഒരു ആൾക്കാരെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്നുള്ളൊരു തോട്ട് എഴുതുമ്പോഴേ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വട്ടം എന്തൊക്കെ പാളിയെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യുക. അതെ അതെ അതെ, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എന്റെ റൈറ്റിംഗ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. നമ്മള് തിയേറ്ററിൽ അടിക്കണമെന്ന് പ്ലാനോട് കൂടി തന്നെ എഴുതിയിട്ടുള്ളതാണത്. അടിച്ചാൽ മതി. ഈ തിയേറ്ററിൽ അടിക്കുന്ന പറയുമ്പോൾ കണക്ട് ആവുന്നതേ ഇപ്പൊ ഇങ്ങനെ സബ്ജക്ട്, ഇപ്പൊ നമ്മൾ ട്രെയിലറിൽ കാണുന്നത് മേർഡർ ഹൈഡിങ് ആണ്. നമ്മൾ ട്രെയിലറിൽ കാണുന്നത് ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റിലോട്ട് എത്തിക്കാൻ നമുക്ക് കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സിനിമ തുടങ്ങി ഒരു സ്പെസിഫിക് ടൈമിൽ ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് കയോസ് തുടങ്ങാൻ പോകുന്ന റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ബാക്ക് ടു ബാക്ക് ഈവെന്റ്സ് കൊടുക്കണല്ലോ. ആ ഈവെന്റ് സെറ്റ് ചെയ്യാന്നുള്ളത് ഒരു പക്ഷെ ഏറ്റവും കോർ ഐഡിയ കിട്ടി. പക്ഷെ എന്നാൽ ഇതിൽ ഹൈ ആയവരുടെ ഹൈ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് താഴോട്ട് പോവാതെ ബാക്ക് ടു ബാക്ക് ഈവെന്റ്. ഇപ്പൊ 2.5 മണിക്കൂറാണ് പടമെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഒരു 2 മണിക്കൂറോ 1.25 മണിക്കൂറോ കണ്ടിന്യൂസ് ഇവരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഈവെന്റ്സ് എഴുതുന്നത് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം. കാരണം ഒരുപാട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുമറന്ന സിനിമകളിൽ നിന്ന് ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല. ഉറപ്പായും നമുക്ക് മനസ്സിലോട്ട് വന്നേക്കാം, എന്നാൽ അത് അധികം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല സ്ക്രീനിൽ. കാരണം ആളുകൾ അത് കണ്ടിട്ടുള്ളവരാണ്, അവരെ ഫ്രഷ് ആക്കണം. എന്നാൽ അവർ കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എങ്ങനെ ഈവെന്റുകൾ ബാക്ക് ടു ബാക്ക് സെറ്റ് ചെയ്യുന്നത്, എഴുതുന്നത്, ചിന്തിക്കുന്നത്? ഈവൻ നമുക്കതൊരു ഭരതനാട്യത്തില് തിയേറ്ററിൽ വർക്കാവാതെ പോയി എന്ന് തോന്നിയതിൽ ഒരു കാരണം ഒരുപാട് ഇവന്റ്സ് അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നം ആയിരിക്കും. അതിൻ്റെ അടുത്ത് ബേസിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്ത് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്നു പടം കണ്ടിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വളരെ ഓപ്പണായിട്ട് പറയുന്ന ആളാ, ഈ പടം തിയേറ്ററിൽ ഓടാത്തതിൽ നീ വിഷമിക്കൊന്നും വേണ്ട, ഇത് ഓടില്ല, അതിനുള്ളതൊന്നും ഉണ്ടാവില്ല പറയും. എന്നാൽ OTT ഈ പടം ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടു. അതിലും അതിശയിക്കേണ്ട കാര്യമില്ല. OTT ഇത് സ്വീകരിക്കപ്പെടേണ്ട സിനിമയാണ്. ഇത് പ്യുവർ OTT പടമാണ്. കാരണം അതിന്റെ ഈവൻസ് കുറവായിരുന്നു എന്ന് ആ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞാനുണ്ട് അപ്പൊ തിരിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഞാൻ പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് വേറെ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതല്ലെങ്കിൽ ഞാൻ ഈ പടം തന്നെ എനിക്ക് അത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഈ പടത്തിലൂടെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവന്റ് ഫുൾ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവരും ഡിസൈൻ ചെയ്യുന്നതിൽ ഇവന്റ്സ് വന്നുകൊണ്ടിരിക്കണം എന്നുള്ള അതും ഒരു തീരുമാനത്തിലുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പടത്തിൽ ഇപ്പൊ ഓരോ റീലും കഴിയുമ്പോൾ, ഐ മീൻ ഒരു റീൽ 20 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ റീലിലും ഇവന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഭരതനാട്യം യൂസ് ചെയ്യുന്നത്. ഐ മീൻ ഭരതനാട്യം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതും ഇതും കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവന്റ് ഫുൾ ആണ്. നമ്മള് സെക്കൻഡ് ഹാഫ് ഒക്കെ ട്രെയിലറിന്റെ ഒരു പേസ് കണ്ടാൽ മനസ്സിലാവും, ആ പേസിലാണ് പടം പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഒക്കെ 100% പോകുന്നത്. ഈ ജോണർ എടുക്കുന്നതിലുള്ള രസങ്ങളുണ്ട്. ഇപ്പൊ ഡാർക്ക് ഹ്യൂമർ, നമ്മൾ നേരത്തെ മരണമാസാണ് റീസെന്റ് വന്നൊരു സിനിമ. അതിനു മുന്നേയും ഡാർക്ക് ഹ്യൂമർ പലരും ഇവിടെ പരീക്ഷിക്കാൻ മടിച്ചിരുന്നതായിരുന്നു.
എന്നാൽ പലപ്പോഴും പരീക്ഷിച്ചപ്പോൾ അത്രയധികം റിസീവ് ചെയ്യപ്പെട്ട ജോൺറയല്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ OTT-യിലോ അല്ലാത്ത ഡിസ്കഷനിലും വന്നേക്കാം. തിയേറ്ററിൽ ആള് കയറി അത്ര കണ്ട് കൈയടിച്ച് പോയ ജോൺറ അല്ലായിരുന്നു ഡാർക്ക് ഹ്യൂമർ. എന്നാൽ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയിലെ ഡാർക്ക് ഹ്യൂമർ ജോൺറയുള്ള പല പടങ്ങൾ കാണുന്നു, അതിന്റെ പല വേർഷൻസ് കാണുന്നു, ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നു ഈ ജോൺറെ പിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃഷ്ണദാസ് മുരളി എന്ന മേക്കറുടെ ഈ പറഞ്ഞൊരു പ്രിയപ്പെട്ട ജോൺറെ ഡാർക്ക് ഹ്യൂമർ ആണോ? എന്താ ശരിക്കും ഇതിനോട് ഇഷ്ടം? എന്റെ പ്രിയപ്പെട്ട ജോണർ ഡാർക്ക് ഹ്യൂമർ ആണ്. എനിക്ക് ഇതായിരുന്നു ഭരതനാട്യം ത്തിന്റെ ഈ ഒരു OTT സക്സസിൽ പലരും പറഞ്ഞിരുന്ന പോസ്റ്റുകളിലും ഇതൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടുമ്പുറം നന്മ സിനിമ എല്ലാം വീണ്ടും തിരിച്ച് ഇയാളെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമന്റ്സ് അയ്യോ അത് ചേച്ചി അത് അവിടെ കഴിഞ്ഞു, അത് അതിർത്ത് തലയിൽ വെച്ച് തരണ്ട. കാരണം ഞാൻ അതല്ല, അത് മാത്രമല്ല എനിക്ക് അത് ഇഷ്ടമാണ്, അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ചെയ്തേക്കാം. പക്ഷെ അങ്ങനെ ഒരൊറ്റ ജോണറിൽ നിൽക്കുക എന്നുള്ളതില്ല. എനിക്ക് ഹ്യൂമറിന്റെ പല പല ഹ്യൂമർ തന്നെ പലതരത്തില് ചെയ്യണമെന്നുണ്ട്. അത് ഫീൽ ഗുഡ് സംഭവത്തിലാണെങ്കിൽ ഇപ്പൊ ഡാർക്ക് ഹ്യൂമറിൽ ചെയ്യുന്നുണ്ട്. അപ്പോ ഡാർക്ക് ഹ്യൂമർ എന്റെ ഇഷ്ടം ഉള്ളതിൽ ഏറ്റവും കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് നമ്മുടെയൊക്കെ സംസാരത്തിലും ഒരു സുഹൃത്തുക്കളുടെ സംസാരത്തിൽ നമ്മുടെ ഉള്ളില് ചില സദസ്സിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കും എന്ന് മാത്രം. അത് ആ ഒരു ശൈലിയിലുള്ളതാണ് അത്. ഈ ഫാമിലി ഓൺ എ മിഷൻ എന്നുള്ളത് ഒരുപക്ഷെ അത് പറയുമ്പോഴേ മലയാളികൾ കൂടുതൽ കണ്ട ദൃശ്യമായിട്ടായിരിക്കും. ജോർജ് കുട്ടി ആൻഡ് ഫാമിലിയുടെ ഒരു മിഷനെ പറ്റി പറയാം. അല്ലാതെ മറ്റു ഭാഷകളിലെ പല സിനിമകളിൽ ഇത് ഭയങ്കര ഒരു സക്സസ്ഫുൾ ഫോർമുലയാണല്ലോ ഫാമിലി ഓൺ എ മിഷൻ. ഇതിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു തരത്തിലും പ്രത്യേകിച്ച് യൂണിഫോം ആയിട്ടാണെങ്കിൽ കോമൺ ആയിട്ടൊന്നും ഇല്ലാത്ത ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി കൂടിയാണ്. എന്താ ശരിക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്? ഒപ്പം തന്നെ അതിൽ വേറെ കോൺഫിഡൻസ് ഉറപ്പായിട്ട് മനസ്സിലായി, നീണ്ട കാലം അത്രയും കൂടെ കൊണ്ടുവരുന്ന ക്യാരക്ടേഴ്സും കുടുംബവും എന്നുള്ളത്. ഒപ്പം ഈ ദൃശ്യ റെഫറൻസ് ട്രെയിലറിൽ വരുന്നുണ്ട്, അതിന്റെ ഒരു കമേഴ്ഷ്യൽ വയബിലിറ്റി അതിന്റെ പാർട്ടാണ്. ഈ ഫാമിലി ഓൺ എ മിഷൻ അതില് എൻഗേജ് ചെയ്തുകൊണ്ട് ആളുകളെ കൊണ്ടുപോവുക. ഈ ഫാമിലിയിൽ ഇനി പുതിയ എന്ത് ചെയ്യാം, അതാണ് മെയിൻ ക്വസ്റ്റ്യൻ മാർക്ക്. അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? അല്ല, അത് ഭരതനാട്യത്തില് ശരിക്കും പറഞ്ഞ ഇവരൊരു പരിപാടി ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണല്ലോ. നാട്ടുകാരെ അറിഞ്ഞാൽ നാണക്കേടാകും എന്നുള്ള ഒറ്റ കാരണത്താൽ അവര് വേറൊരു ഫാമിലിനെ വീട്ടിൽ ഹൈഡ് ചെയ്യുന്നു, 2 ഇരട്ടകളെ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ അതിന്റെ ഒരു സീക്വൽ ചെയ്യാൻ നോക്കുമ്പോൾ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം വേണമല്ലോ. എൻ്റെർലി ഇത് മുഴുവൻ മാറിയിട്ട് വേറെ തന്നെ പരിപാടി അല്ലാതെ ഇത്തവണ നമുക്കിപ്പോ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി കോൺഫ്ലിക്റ്റുകൾ വലുതാക്കാം. അങ്ങനെയാണ് നമ്മളിപ്പോ മർഡറിലോട്ടേക്ക് പോവാം എന്ന് കരുതിയത്. അപ്പൊ അന്ന് ഇരട്ടകളെ ഇതാക്കിയെന്നുണ്ടെങ്കിൽ ഇത്തവണ ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി ആകുമ്പോൾ നമുക്ക് വീണ്ടും സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ ഈ ഡാർക്ക് ഹ്യൂമർ ചെയ്യാൻ സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് എന്ന് കണ്ടിട്ടാണ് അങ്ങനെ അതിലോട്ട് പോയത്. ഈ ഫ്രാഞ്ചൈസിയുടെ തന്നെ ഹുക്കായിട്ട് ഹൈഡിങ്, വീട് വീട്ടിൽ ആൾക്കാരകത്ത് കയറ്റരുത്, എന്തൊരു വീട്ടിൽ ഒളിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഈ ഫ്രാഞ്ചൈസിക്ക് മൊത്തത്തിൽ ടാഗ് ലൈനെ വെക്കാമല്ലോ. ഈ സൈജു കുറുപ്പ് എന്ന ആക്ടറെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഭരതനാട്യം സിനിമ ഷോൾഡർ ചെയ്യുന്ന ഒരു പോയിന്റിൽ സൈജു കുറുപ്പ് അതിനടുത്ത് എഫേർട്ടുകളുണ്ട്. ഇപ്പം ഓൺ സ്ക്രീനിൽ ശശിധരൻ എന്നുള്ള ക്യാരക്ടർ കൊണ്ടുപോയ ഒരു പോർഷൻസ് ഉണ്ട്. പുള്ളിയുടെ POV നമ്മൾ കണ്ട പല ഈവൻസ് ഉണ്ട് സിനിമയിലെ, പുള്ളിയുടെ സ്ട്രഗിൾസ്, ഒപ്പം മറ്റുള്ളവരുടെയും. ഉറപ്പായിട്ടും പലരും സൈജു കുറുപ്പിനെ വെച്ച് പല തരത്തിൽ സിനിമകൾ ചെയ്യുന്ന സമയത്തും അടിക്കാൻ പറ്റുന്ന, സൈജു കുറുപ്പിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എഴുതാ ഒരു സിനിമയുടെ ഭാഗമാക്കാന്നുള്ളത്. അതിൽ ഉറപ്പായിട്ടും എന്താ കൃഷ്ണദാസ് എടുത്ത ടേക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. പുള്ളിയെ കാസ്റ്റ് ചെയ്യാന്നുള്ളത്, ആ കൊളാബറേഷൻ ഭയങ്കര ഗംഭീര കൊളാബറേഷൻ ആയിരുന്നു. ഈ പറഞ്ഞ മറ്റേ എന്താ പറയാ, ജലമതിനെ നാഥനെ കണ്ടെത്തുക നമ്മൾ തമാശക്ക് പറയുന്ന പോലെ കൃത്യം 2 പേര് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക് ഉണ്ട് ഉറപ്പായിട്ടും. അത് നിങ്ങളുടെ ഈ കോംബോയിൽ കണ്ടിരുന്നു. മോഹിനിയാട്ടത്തിൽ വരുമ്പോഴും ഓക്കെ, ഉറപ്പായിട്ടും ഇതിൽ ബോണ്ടിങ് സ്ട്രോങ് ആവണമെന്ന് അറിയാം. സൈജു കുറുപ്പ് ആസ് ആൻ ആക്ടർ, അത് ആദ്യ പടത്തിലെ നായക നടൻ കൂടിയാണ്, 2ാം പടത്തിലോട്ടും വരുന്നു. ഒരു മേക്കർ, പ്രേക്ഷകൻ, എല്ലാ തരത്തിലും സൈജു കുറുപ്പ് ആസ് ആൻ ആക്ടറിനെ എങ്ങനെയാ, ഒരു ആക്ടർ, ലീഡ് ആക്ടർ എങ്ങനെ കാണുന്നത്? അല്ല, സൈജു ചേട്ടനെ നമുക്ക് ഹീറോ ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, പുള്ളിക്കനെ ഹേറ്റേഴ്സ് ഇല്ല. അങ്ങനെ എല്ലാവർക്കും അവരുടെ ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ. ഈ ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുന്ന പോലെ, ബോയ് അല്ല പക്ഷെ നെക്സ്റ്റ് ഡോർ ഇമേജ് സൈജു ചേട്ടന് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്. അതിപ്പോ സൈജു ചേട്ടൻ്റെ അടുത്ത് ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ ആളുകളൊക്കെ വന്ന് സംസാരിച്ച് പോകുന്ന ഒരു ചേച്ചിമാരൊക്കെ ഉണ്ടക്കണ്ണ ചെറുതായ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ റിയാക്ഷനൊക്കെ രസം, അത് ഭരതനാട്യത്തിൽ സംഭവിച്ചത്. അപ്പൊ അവരൊക്കെ വന്ന് ഭയങ്കര ക്യാഷ്. അപ്പൊ ആ ഒരു ഇതാണ് നമുക്ക് ശശിധരനിലും വേണ്ടത്. ഇത് എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഫുൾ പുതിയ ആൾക്കാരെന്നുള്ള പോലെയാണ് വരുന്നത്. പിന്നെ ഞാൻ നെക്സ്റ്റ് ആദ്യം വിളിച്ചിട്ടുള്ള സൈജു ചേട്ടനായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റൗണ്ട് പോയി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും സ്റ്റാറുകളുടെ അടുത്ത് അത് എത്തിപ്പെടാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ ശ്രമിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടത് അങ്ങനത്തെ ആളെയായിരുന്നു. ആ വീട്ടിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ആ ഫാമിലിക്കുള്ളിൽ ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ബാധ്യതയായേക്കാം ഈ സിനിമയ്ക്ക്. അത് സ്റ്റാറിന്റെ ആവശ്യം ഈ ക്യാരക്ടറിന് ഇല്ല. പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ ചിലർക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടോ, ഇപ്പൊ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളത്. അത് വേറെ കാര്യം. പക്ഷെ അതൊന്നും റെസ്പോൺസ് കിട്ടിയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ജലനാഥനെ കണ്ടെത്തി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കറങ്ങി വരുന്ന സമയം കൊണ്ട് തന്നെ സൈജോട്ടൻ ലീഡ് ഹീറോ ആയിട്ട് തന്നെ മാറി അങ്ങോട്ടേക്ക് തന്നെ എത്തിപ്പെട്ടു. ഇപ്പൊ രണ്ടാം സൈജു ചേട്ടനും ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത് രണ്ടാം ഭാഗം സംഭവിച്ചിട്ടുള്ളത്. വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ വേറെ പ്രൊഡ്യൂസറും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ളതോട് നമുക്കേ ഉണ്ടായിരുന്നില്ല. അവരാണ് ചെയ്താലോ എന്ന് ഇനിഷ്യേറ്റീവ് എടുത്തത് അവരായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും മോഹിനിയാട്ടം സംഭവിക്കില്ല. സൈജു ചേട്ടനും തോമസ് ചേട്ടനും അല്ല ഈ സിനിമയുടെ നിർമ്മാതാക്കുന്നുണ്ടെങ്കിൽ ആ പടം അവിടെ കഴിഞ്ഞു. മാത്രമല്ല അത് വേറെ പറഞ്ഞ കാര്യം, ഭരതനാട്യം തിയേറ്ററിൽ ഇറങ്ങി 27 ദിവസം OTT എത്തി. അത് ചെറിയ പരിപാടി അല്ല എന്നുള്ളത് നമുക്ക് ഇതിന് പിന്നാലെ നടക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ തിയേറ്ററിൽ ഉണ്ടാക്കാം. അത് നമുക്ക് അതിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാശുള്ള പ്രൊഡ്യൂസർമാരെ പോയി തപ്പിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു പാഠം നമുക്ക് ഇന്ന് കിട്ടി. അത് ഇപ്പൊ ബാക്കി ഇതുപോലെ ശ്രമിക്കുന്നവരോടും പറയുന്ന കാര്യം, നമുക്ക് കാശുകാരെ കിട്ടിയിട്ട് കാര്യമില്ല. ഇത് വേറെ പണിയാ. ഈ പരിപാടി ചെയ്യാൻ അറിയണം, കറക്റ്റ് സമയത്ത് എത്തിക്കാൻ അറിയണം. അതൊരു സ്കില്ലാണ്. അത് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ജോലി തന്നെയാണ്. അല്ലാതെ കയ്യിൽ കാശുള്ളവൻ പ്രൊഡ്യൂസർ, മറ്റേ മാല ജുബ്ബ ഇതൊന്നല്ല. തോമസ് ചേട്ടൻ അങ്ങനെ നടക്കുന്ന ആളൊന്നുമല്ല. പുള്ളി ഇവിടെ ഇതിന്റെ ഇടകൂടെ നടന്നു പോയാൽ പോലും നമ്മുടെ കാലത്ത് ആളെ എടുത്തുള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ആളാ. പുള്ളിക്ക് തലയുണ്ട് ഇതെങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പൊ പുള്ളി ഇത് ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പ്ലാറ്റ്ഫോംസിലും പോയി കണ്ടു. ഇത് അപ്പോൾ പലരും പടങ്ങൾ കണ്ട് വർക്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ റിലീസ് തിയേറ്ററിലെ റിസപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എടുക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തിയേറ്ററിൽ റിസപ്ഷൻ നമുക്ക് കിട്ടിയില്ല, എടുത്തില്ല. പക്ഷെ പുള്ളി അപ്പോഴേക്കും അടുത്ത പ്ലാൻ മാറ്റി ചവിട്ടി പേപ്പർ വ്യൂ എന്നുള്ള രീതിയിലേക്ക് എത്തി. പടത്തിന്റെ ഫ്രഷ്നെസ് പോകുന്നതിന്റെ ഉള്ളിൽ തന്നെ OTT കൊണ്ടെത്തിച്ചു. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് വേറൊരു പുതിയ പ്രൊഡ്യൂസറോ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ കിടക്കും. ഇപ്പോഴും OTT വരാതെ, ഇപ്പോഴും സാറ്റലൈറ്റ് പോവാതെ അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒന്നും അല്ലാണ്ടായി പോയെന്നെ. ഈ പറഞ്ഞപ്പോ ഇവിടെ മോഹിനിയാട്ടം സംഭവിക്കില്ലെന്ന് മാത്രമല്ല, എന്റെയും പരിപാടി അതോടുകൂടി കഴിഞ്ഞാൽ അത് തോമസ് ചേട്ടൻ്റെ സൈജറ്റിന്റെ ഒരു സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു OTT ആ കറക്റ്റ് ടൈമിൽ എത്തിച്ചത് അവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ മോഹിനിയാട്ടം സംഭവിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തുള്ള അവരാണ്. എന്തോ കണ്ടിട്ടുണ്ട് തോമസ് ചേട്ടൻ, എന്താ കണ്ടിട്ടുണ്ട്. ഈ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായേക്കാം. അന്ന് പ്രതീക്ഷിച്ച സ്ഥലത്താണ് OTT റിലീസിൽ ഭയങ്കരമായിട്ട് സമാധാനം കൈവരിക്കുന്നത്. രണ്ടാം ഭാഗത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ മോഹിനിയാട്ടം റിലീസാകാൻ പോവാണ്. ഈ ലോങ് ജേണി ഒക്കെ പറയുമ്പോഴും ഉറപ്പായിട്ട് ഇത് മുന്നേ ഉള്ള കുറെ എപ്പിസോഡുകൾ ഉണ്ടാവുമല്ലോ. ഇതിന്റെ പുറകെയുള്ള നടത്തം ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് മുതലേ സ്ക്രീനിൽ തല കാണിച്ച് തുടങ്ങുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. ആദ്യ സിനിമ, രണ്ടാം സിനിമ, ഒരു മേക്കർ കരിയർ ബിൽഡ് ചെയ്യുന്നു. എവിടെയാ ശരിക്ക് കൃഷ്ണദാസ് മുരളി എന്ന ഒരു കുട്ടിയായിരിക്കാം, യുവാവായിരിക്കാം, എവിടെയാ സിനിമ കണക്ട് ആവുന്നത്? ഇപ്പൊ ഇതിൽ ആദ്യമേ കണക്ട് ആവുന്നത് മേക്കിംഗ് തന്നെയാണോ, അതോ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമാണോ? എന്താ ഹിറ്റ് ചെയ്യുന്ന മൊമെന്റ്? ഇത് എനിക്കിത് ഒരു പോയിന്റ് എനിക്ക് ഓർമ്മയില്ല. ഏത് പോയിന്റ് തൊട്ടാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള എനിക്ക് അങ്ങനത്തെ ഒരു പോയിന്റ് ഓർമ്മയില്ല. കാരണം എനിക്ക് ബാക്കോട്ട് ആലോചിക്കുമ്പോൾ ടിവിയിൽ സിനിമ കണ്ടിരുന്നത് തൊട്ടാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. ഏത് പോയിന്റ് തൊട്ടാണ് ഇനി സിനിമയിലോട്ട് ഞാൻ തിരിയാം, അങ്ങനെ അത് കോളേജ് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എനിക്ക് ഓർമ്മയില്ല. സിനിമയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. എൻ്റെ സ്കൂൾ സുഹൃത്തുക്കളോട് ചോദിച്ചാലും അറിയാം. ചെറുപ്പം തൊട്ട് നോക്കാം, ഞാനൊരു 5ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്തൊക്കെ തന്നെ അപ്പുറം ഇരിക്കുന്ന കൂട്ടുകാരെ നായകന്മാരൊക്കെ ആയിട്ട് ഒരു കഥയൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഇരുന്ന് കേട്ടോളൂല്ലോ, കഥ പോറാണെങ്കിൽ അവരാണ് നായകന്മാര്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്യാറുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഓർമ്മയില്ല എപ്പോഴാണെന്നുള്ളത്. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്കവർക്കും ആഗ്രഹമുള്ള സംഭവമാണുള്ളത്. അതുപോലത്തെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിലോട്ടൊന്നും, കാരണം ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കുന്നൊരു ടൈമാണത്. ഇപ്പോഴത്തെ പരിപാടി അല്ലല്ലോ അത്. ഇപ്പോഴത്തെ അപ്പോഴത്തെ പറയുമ്പോൾ നമ്മൾ കുറച്ച് പോലെ ഒരു ഫീല്. അപ്പോ പക്ഷെ ഈ പറഞ്ഞ സിനിമ ഉണ്ടാക്കുന്നവനാണ് എന്തോ കില്ലാടി എന്നുള്ളത് അറിയാതെ എന്താണ് സംവിധാനം പണിയെന്ന് അറിയെങ്കിൽ പോലും പറയായിരുന്നു സ്കൂൾ ഡയറക്ടർ ആവണം, ഡയറക്ടറാണ് ഇതിന്റെയൊക്കെ പരിപാടി എന്നുള്ളത് മാത്രം അറിയാം, ഇയാൾ എന്താ ചെയ്യണമെന്നുള്ള അറിയില്ല. പക്ഷെ സിനിമ ഉണ്ടാക്കുന്ന ആള് ആവുക എന്നുള്ള ഒരു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഇത് പിന്നെ പോവുകയാണല്ലോ. നമ്മൾ സ്കൂളിൽ അത് വിട്ടു, പിന്നെ കോളേജിലോട്ട് എത്തി, ഇന്റർവ്യൂസ്, പിന്നെ ഈ മറ്റേ ഡയറക്ടേഴ്സിന്റെ ഒക്കെ അവരുടെ എക്സ്പീരിയൻസുകൾ കാര്യങ്ങൾ വായിക്കുക.
അങ്ങനത്തെ കാര്യം വായനാശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളതല്ല. കഥകൾ വായന അതൊന്നും ഉള്ളതല്ല. ഇവരെങ്ങനെയാണ് ഈ സിനിമകൾ ചെയ്യുന്നത്, ഇവരുടെ സെറ്റിൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും വായിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ കോളേജിലൊരു ശ്രമം നടത്തി, പാളിപ്പോന്നു. ഇതൊന്നും അല്ലടാ, ഇത് ഇങ്ങനൊന്നും അല്ലടാ എന്നുള്ളത് അവിടെ വെച്ച് മനസ്സിലായി ഷൂട്ട് ചെയ്യുമ്പോൾ. കാരണം അന്നത്തെ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട്, അഭിനയിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം കൂടെ വന്നിട്ട് കുറെ എണ്ണത്തിന് അഭിനയിക്കാൻ അറിയില്ല, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ല, ക്യാമറ ചെയ്യാൻ അറിയില്ല. പക്ഷെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, 2 ദിവസം എന്തൊക്കെയോ ഷൂട്ട് ചെയ്തു. പക്ഷെ ഇത് ഇങ്ങനെയൊന്നല്ല. എന്റെ മനസ്സിലായ ഐഡിയ ഗുരുവായൂരായതുകൊണ്ട്, നാട് ഗുരുവായൂരാണ്, അവിടെ കുറെ കല്യാണ വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെടുത്ത് കൊണ്ട് പോയിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ള. കാരണം എന്റെ പരിചയത്തില് ക്യാമറ എഡിറ്റിംഗ് അവരുടെ കയ്യിലുള്ള, എനിക്ക് പരിചയത്തിൽ പോലും എന്റെ ഒരു സർക്കിളിൽ പോലും സിനിമയായിട്ട് ബന്ധമുള്ള ഒരാൾ പോലും ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾ പരിചയപ്പെട്ടാലെങ്കിലും കൊള്ളാം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കോളേജ് പഠിക്കുമ്പോൾ ശ്രമിച്ചു, പാളി. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയില് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ ഇനിഷ്യേറ്റ്, അവൻ അഭിനയിക്കാൻ വേണ്ടി അവൻ കഥ എഴുതി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചെയ്തു നോക്കാം, ഇതും കഴിയാനൊന്നും പോകുന്നില്ല മനസ്സിലായി. പക്ഷെ അതെന്തോ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അത് ചെയ്ത് തീർത്തപ്പോ ഒരു ഫോർമുല മനസ്സിലായി. അതേ വെച്ച് തന്നെ പടപടപടയെന്നൊരു 3-4 ബാക്ക് ടു ബാക്ക് ചെയ്തു അതേ ഫോർമുലയില്. ഇപ്പൊ അത് ചെയ്യാൻ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി അടുത്തത് അതിനൊക്കെ വലുത് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് പിടിച്ച് വന്നിട്ടാണ് ബാക്കിലോട്ട് ആലോചിക്കുമ്പോ രസമാണ് എങ്ങനെയാണ് തുടങ്ങിയത് ആലോചിച്ച്. ഇപ്പൊ ഒരു വിഷു ഫെസ്റ്റിവൽ സീസൺ, ഒരു ഫെസ്റ്റിവൽ റിലീസിലെ മേജർ റിലീസായിട്ട് സ്വന്തം സിനിമ റിലീസാകാൻ പോകുന്നു. ഇതാണ് മറ്റേ പറയുന്ന ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം ചോദിക്കുന്ന പോലെ. നമ്മളെത്ര ഇപ്പൊ കൃഷ്ണദാസ് ആലോചിക്കുമ്പോഴാണെങ്കിൽ പോലും എത്രയോ ഫെസ്റ്റിവൽ റിലീസിന് വരുന്ന ടിക്കറ്റ് എടുത്ത് പടങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ സ്വന്തം പടം തിയേറ്റർ റിലീസായിട്ട് ക്ലാഷിൽ വരുന്നു. ഭയങ്കര മൊമെന്റ് അല്ലേ? അല്ല, കഴിഞ്ഞ നമ്മളത് എഴുതുമ്പോഴേ എഴുത്ത് തുടങ്ങും. ഇത് നമ്മൾ ഇതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു മോഹൻചേട്ടൻ. അപ്പൊ അത് തോമസ് ചേട്ടനും ഞാനും പറഞ്ഞു, ചേട്ടാ അടുത്ത വർഷം വിഷു എന്നുള്ള ആദ്യമേ പറഞ്ഞത്. കാരണം ചിലപ്പോൾ നമ്മുടെ പടം ഒരു യൂഷ്വൽ ഫ്രൈഡേയിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഭരതനാട്യം അങ്ങനെയായിരുന്നു, ചിലപ്പോൾ അറ്റൻഷൻ വീണ്ടും കിട്ടാതെയൊക്കെ പോയാലോ എന്നുള്ളതുകൊണ്ട് ആളുകൾ തിയേറ്ററിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ പടം അവിടെ വേണം എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് എഴുത്ത് സമയത്തെ നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളതാണ് അടുത്ത വർഷം വിഷു എന്നുള്ളത്. ആരൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷു വിട്ടിട്ട് വേറെ പരിപാടി ഇല്ല എന്ന് ആദ്യമേ ഉറപ്പിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ യുദ്ധം ഇതൊക്കെ വന്ന് പല പടങ്ങൾ മാറ്റുമ്പോഴും മാറ്റാതിരുന്ന് പരിപാടി നമ്മള് രണ്ടാമത് ചിന്തിക്കുക പോലും ചെയ്യാത്തത് നമ്മളായിരുന്നതുകൊണ്ട്. പിന്നെ വാഴയും ഡേറ്റ് മാറ്റാൻ. അല്ല, അത് വേറെയും കാരണം ഉണ്ടോ? കാരണം മാറ്റുന്ന പടങ്ങൾക്കൊക്കെ ഓവർസീസിന് ഭീകര കളക്ഷൻ കിട്ടുന്ന പടങ്ങളാണ്. നമുക്ക് അതില്ല, നമുക്ക് ഹോം ഫോർട്ട് മാത്രമേ ഉള്ളൂ. അതാണ് ധൈര്യം. അതിലുണ്ടല്ലോ ഇപ്പൊ ഹോം ഫോർട്ടിൽ അടിച്ചാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മാക്സിമം നമ്പർ ഓഫ് ഫുഡ് ഫോൾസ് ഉണ്ടാക്കുക, സിനിമ ആളുകളിൽ എത്തിക്കുക എന്നുള്ളത്. ഈ സിനിമ ഹിറ്റ് മൊമെന്റ് പറഞ്ഞപ്പോഴേക്കും അതിൽ ആഡ് ചെയ്ത് വയ്ക്കാനുള്ളത്, ഈ സിനിമ പാരഡൈസ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്ട്രൈക്ക് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഈ പറഞ്ഞ TV കണ്ട് തുടങ്ങിയ സമയത്തായിരിക്കാം, തിയേറ്ററിൽ പോയി കാണുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ ഇന്നലെ കണ്ടതായിരിക്കാം. അങ്ങനെ ഒരു കൃഷ്ണദാസ് മുരളി എന്ന മേക്കറെ, ക്രിയേറ്ററെ, ആക്ടറെ, സിനിമ എന്തൂസിയാസ്റ്റിനെ ടച്ച് ചെയ്തിട്ടുള്ള, ഹിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ പെട്ടെന്ന് റീകളക്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നുണ്ടാവുക? ഞാൻ ഒരു ഇന്റർനാഷണൽ പടങ്ങളൊന്നും കാണാറുള്ള ആളാണ്. ഞാൻ മലയാളം തമിഴ് വിട്ട് അപ്പുറത്തോട്ട് പോകുന്നതൊക്കെ വളരെ വളരെ ചുരുക്കുക. എനിക്ക് അങ്ങനെ പോയക്കൂടെ എനിക്ക് തമാശക്കൊക്കെ ലൈഫ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള പടങ്ങളൊക്കെ നാടോടിക്കാറ്റ്, ചന്ദ്രലേഖ. കാരണം ഞാൻ പറഞ്ഞ ഡയലോഗ്സിൽ വരുന്ന രസങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഒരു പോയിന്റ് വരെ നമ്മള് തമാശകൾ കേട്ടാൽ തന്നെയായിരുന്നു ചിരിക്കേണ്ടായിരുന്നത്. ഒരു പോയിന്റ് അവസ്ഥകൾ കേട്ട് ചിരിക്കാൻ തുടങ്ങി. ചന്ദ്രലേഖയിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഈ ബെഞ്ചിലെ കിടക്കണേ ചോദിക്കും, മറ്റേ ലാലേട്ടൻ ചോദിക്കണ്ട ബെഞ്ചിന് എത്ര വീതി അവരുടെ അവസ്ഥയാണ് അത് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ റാംജാം എടുത്ത് നോക്കിയാലും എല്ലാവരുടെയും അവസ്ഥയിൽ നിന്നുള്ള ഹ്യൂമർ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. അതുകൊണ്ട് എനിക്ക് അത്തരം സിനിമകളാണ് എനിക്ക് മനസ്സിലാദ്യം ഓർമ്മ വരുന്നത്. നമുക്കല്ലെങ്കിൽ ഒരു എഴുത്തിലോട്ടൊക്കെ വേണമെങ്കിൽ എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അത്തരം ഡയലോഗ്സ്, ഭയങ്കര ഇടയ്ക്ക് ഡയലോഗ്സ് കിട്ടുന്നത് ഭയങ്കര ഹൈ ആ എനിക്ക്. അങ്ങനെ ഒരു പറഞ്ഞ് ചിരിപ്പിച്ചല്ലോ എന്ന് പറയുന്ന സാധനം. അപ്പൊ എനിക്ക് ആ പടങ്ങളൊക്കെയാണ് തമാശക്ക് വേറെയും ഒരു മുഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പണ്ട് ആ തമാശക്ക് ഞാൻ ചിരിച്ച തമാശക്കല്ല ഞാൻ ഇപ്പോ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ആ ബ്രില്യൻ റൈറ്റിംഗ് ഒക്കെ അതിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് എന്റെ മനസ്സിൽ മുമ്പൊക്കെ എപ്പോഴും ഉള്ളത്. ഈ മോഹിനിയാട്ടം റിലീസാകാൻ പോകുന്നു, ഈ പറഞ്ഞ പോലെ ക്ലാഷ് റിലീസ്, ഇതെല്ലാം സംഭവിക്കുന്നു. 2 ദിവസം കൂടി സിനിമ റിലീസാകാൻ ബാക്കിയുള്ളൂ. എന്താ ശരിക്കും ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്? ഈ പറഞ്ഞ ടെൻഷനാണോ, ഓവർവെൽംഡ് ആയിട്ടിരിക്കുകയാണോ? ഇത് മറ്റേ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണോ? എന്തൊരു അവസ്ഥ? അറിയില്ല. ഞാൻ ഭരതനാട്യം
ഫൈനൽ ഔട്ട് കഴിഞ്ഞ് ഇപ്പം ഈ ഇതുപോലെ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിൽ ഉം. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഇപ്പം ഉം. ഞാനാണെങ്കിലും സൈജു ചേട്ടനാണെങ്കിലും പ്രൊഡ്യൂസർ തോമസ് ചേട്ടനാണെങ്കിലും ഉം. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ തിയേറ്ററിൽ എത്തി കഴിഞ്ഞപ്പോൾ പരിപാടി ഉം. മൊത്തത്തിൽ തിരിഞ്ഞു. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത പോലെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഉം. പിന്നീടൊക്കെ സംഭവിച്ചത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്നുള്ളതുകൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഒന്നും ഉം. ഇതാകുന്നില്ല. അത് സൈജു ചേട്ടൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം അത്. ഉം. ഓവർ എക്സൈറ്റഡ് ആവാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഉം. പഠിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഓവറായിട്ട് സന്തോഷിക്കും ചെയ്യണം, ഓവറായിട്ട് വിഷമിക്കും ചെയ്യേണ്ട ഉം. എന്നുള്ളതുകൊണ്ട് പുള്ളി ഒരു ബാലൻസ് പിടിച്ചിട്ടാണ് എല്ലാം പോവാറുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഉം. എക്സൈറ്റ്മെന്റ് ഇല്ലായൊന്നുമില്ല. പക്ഷെ ഉം. എന്നിരുന്നാൽ പോലും എന്തും സംഭവിക്കാലോ, അതെ. സിനിമയാണല്ലോ. ഉം. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഔട്ടിലാണെന്നുണ്ടെങ്കിലും ഹാപ്പിയാണ്. ഉം. ഉദ്ദേശിച്ച പരിപാടികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരെ കാണിക്കുകയൊക്കെ ചെയ്യില്ല. ഉം. അപ്പോൾ അതിലെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് ഓറ ഉം. ചുറ്റിലും ഉണ്ട് ഇപ്പോൾ ഈ സിനിമയുടെ. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ ഫെസ്റ്റിവൽ സീസൺ ആണ് എന്നുള്ളത് അറിയാം. ഉം. ഓഡിയൻസിന് പ്രയോറിറ്റി ഉള്ള സിനിമകൾ തീർച്ചയായിട്ടും വേറെ ഉം. ഉണ്ട്. വാഴ സ്ട്രോങ് ആയിട്ട് ഉം. ഓടുന്നുണ്ട്. പള്ളിച്ചട്ടമ്പി കൂടെ വരും. ഉം. അപ്പോൾ അതുകൊണ്ട് വിഷു തൂക്കുന്നതൊക്കെ അവർ തൂക്കിക്കോട്ടെ, ഉം. നമ്മൾ തോക്കില്ല. ആഹാ. തൂക്കിയില്ലെങ്കിലും തോക്കില്ല. തോക്കില്ല. ആ. അതാണ് ഒരു വിശ്വാസം. ഉം. അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്കതിൽ ഒരു എതിരഭിപ്രായം ഉള്ളത്, ഈ ഓഡിയൻസ് പ്രയോറിറ്റി എന്നുള്ളതിന് ഇപ്പോൾ ഉറപ്പായിട്ടും വേർഡ് ഓഫ് മൗത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ. ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷനായി ചോദിക്കുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷമാണല്ലോ ഈ വിധി എഴുത്ത് മറ്റേ അതെ, അതെ. ചുറ്റിക്കിടുത്തടിക്കൽ അതെ, എല്ലാ അതെ, പരിപാടി അതെ, അതെ. അതിലും കൂടെ ടെൻഷൻ ഉണ്ടെന്നുള്ളത് എന്റെ ചോദ്യം. അതുണ്ട് അതുണ്ട് ഉം. തീർച്ചയായിട്ടും. ഞാനത് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും ഉം. മോഹിനിയാട്ടത്തിന്റെ റിലീസിന് പടം തുടങ്ങണവരെ അവിടെ കിടന്ന് കറങ്ങി നടക്കുമായിരിക്കും. അത് ഉം. കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വലിയുമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഒരു ഭരതനാട്യം തിയേറ്ററിൽ ഈ ഉം. നമ്മുടെ ടീമിന്റെ ഒപ്പൊക്കെ ഇരുന്നിട്ട് 10 മണിക്ക് വനിതയിലിരുന്ന് കാണുമ്പോൾ ഉം. ഹാപ്പി ആയിരുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ഓടുമായിരിക്കും എന്ന പ്രതീക്ഷ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ മറ്റേ കല്യാൺ ഡാമിലെ ദിലീപ് മറ്റേ ഹനുമാൻ വേഷത്തിലൊന്നും പുറത്ത് ആരുമില്ലല്ലോ എന്നുള്ള പോലെ. ഉം. പിന്നെ എവിടെ ആരുമില്ല, വനിതയിൽ നിന്നല്ല എവിടെ ആരുമില്ല. ഉം. നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ട് അതുപോലെ അവസ്ഥ ഒന്നും ഒരു മനുഷ്യനും ശത്രുവിന് പോലും വരരുതെന്ന് ഞങ്ങൾ ഉം. പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു തിയേറ്ററിൽ നിന്ന് വേറെ തിയേറ്ററിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ ആക്ച്വലി ബുക്കിംഗ് ഒക്കെ അങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് പോവുക, ഉം. ആളുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്. അപ്പോൾ ടൈമും ഇനിയും ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ഉം. പോണ വഴിക്ക് ഇവിടെ കൂടിയും കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും നോക്കാതെ ഒരു തിയേറ്ററിൽ കയറി ചെന്നു. ഉം. തിയേറ്ററിൽ കയറി ചെന്ന് അവിടുത്തെ കൗണ്ടറിൽ ഞാനാണ് ആദ്യം പോയത്. ഉം. പോയി നിന്നിട്ട് പടം വിട്ടോ എന്ന് ഉം. ചോദിച്ചു. അത് ഏതാ പടം എന്ന് ചോദിച്ചു. ഭരതനാട്യം എന്ന് പറയും. ബാക്കിലാണ് എല്ലാവരും വരണേ. ഉം. അപ്പോൾ ഇത്ര മണിയുടെ ഷോ 3 ഉം. മണിയുടെ 3 മണി ഷോ ആളില്ലാതെ നടന്നില്ല സാർ. അയ്യോ ഉം. എന്റെ ബാക്കിൽ ഇപ്പം എല്ലാവരും എത്തില്ല ഇങ്ങോട്ടേക്ക്. ഉം. അപ്പോൾ നമ്മൾ ഡയറക്ടറാന്ന് പറയാൻ പോയിരുന്നില്ല. ഉം. അപ്പോൾ ഓക്കെ. പക്ഷെ ബാക്കിൽ എല്ലാവരും എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഉം. ചേട്ടാ ഷോ ക്യാൻസലാണ്, ആളില്ലാണ്ട് നടന്നിട്ടില്ല പറഞ്ഞു. ഉം. എല്ലാവർക്കും ഇത് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പോഴേക്കും അപ്പോൾ തോമസ് ചേട്ടൻ ഭയങ്കര പോസിറ്റീവ് ഉം. ഇതായിട്ടുള്ള ആളാണ്, പ്രൊഡ്യൂസർ. അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല, എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും ക്യാൻറ്റീൻ എന്നൊക്കെ മേടിച്ച് എല്ലാവർക്കും ചായ ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് ഉം. ഞങ്ങൾ ചായ ഊതി. ഉം. എന്ത് ദൈവമേ, ഇത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല. അപ്പോൾ ഉം. ഫേസ് ടു ഫേസ് നോക്കാൻ തന്നെ ഒരു മടി. ഉം. എന്താ അറിയില്ല. അപ്പോൾ അത് എൻ്റെ കുറ്റം കുഴപ്പം കൊണ്ടാണോ പടം ഉം. ഓടാതിരുന്നത്? അപ്പോൾ ഇവരൊക്കെ വിളിച്ചിരുത്തി അഭിനയിപ്പിച്ച് തിയേറ്ററിലും കൊണ്ടുവന്ന ആളും ഇല്ല. ഉം. എനിക്കും ഇവരെ ഫേസ് ചെയ്യാൻ മടിയായി. പിന്നെ അടുത്ത ഷോ ആവുന്നത് വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. നോക്കുമ്പോൾ അതിൻ്റെ 14 ടിക്കറ്റ് ബുക്കിംഗ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി 2 ഫാമിലി വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നോക്കുമ്പോൾ തിയേറ്ററിലുള്ള കാണാനുള്ള ഓഡിയൻസിനേക്കാൾ കൂടുതലുണ്ട് ഞങ്ങൾ നിങ്ങള് ഇപ്പുറത്ത് സ്ക്രീനിൻ്റെ അവിടെ. ഉം. എന്നിട്ട് സൈജോട്ടൊക്കെ പറഞ്ഞു, ഇപ്പോൾ അവസ്ഥ മനസ്സിലായി കാണുമല്ലോ, പടം ഉം. വർക്കായി എല്ലാവരോടും ഒക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കുറേ ഭരതനാട്യത്തിൽ നിന്ന് ഉം. കിട്ടി എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാതിരിക്കുന്നത്. ഉം. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ക്രൂസ് ഷോനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കയ്യടിയൊക്കെ അവരെന്തായാലും തരും. അതിൽ ഉം. കണ്ട് സന്തോഷിച്ച് പുറത്തിറങ്ങിയാൽ റിയാലിറ്റി അതിൽ ആത്മരതി കണ്ടുപിടിക്കാതെ അതൊന്നും ആവരുത്. രണ്ടാമത് വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ടീമിനൊക്കെ സിനിമ അറിയാവുന്നതാന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അവര് നമ്മുടെ ഹ്യൂമർ ചിരിക്കാതെ ഇരുന്നു വരും. ഏതെടുത്താലും പ്രശ്നങ്ങൾ അറിയാം ക്രൂസ് ഷോന് പോയിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഞാൻ പോയിരുന്ന് പടം കണ്ടോളാം, വേറെ ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് കണ്ടോളാം, നാട്ടിൽ പോകണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എനിക്കിതിലൊരു കാര്യം ചോദിക്കേണ്ടായിരുന്നു. ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഡയറക്ടറെ പോലെ ഒരു സിനിമ ലീഡ് ചെയ്യുന്ന ഹെഡ് ചെയ്യുന്ന ആളെന്ന രീതിയിൽ പ്രധാനപ്പെട്ടാന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടീമിന്റെ ഇടയിലെ ക്രൈസിസിനപ്പുറത്തേക്ക് സിനിമയുടെ ജയപരാജയങ്ങളിൽ ഡയറക്ടർ അനുഭവിക്കുന്ന സ്ട്രെസ്, ടെൻഷൻ, ഈ ഇന്നർ കോൺഫ്ലിക്ട്സിനെ ഡീൽ ചെയ്യുക, അതിൽ പതറാതിരിക്കുക എന്നുള്ളത് എന്താ ശരിക്ക് ഇപ്പൊ ഈ ഞാൻ കണക്ട് ചെയ്യുമ്പോ എനിക്കിതിൽ ചിരിയല്ല വരും. ഉറപ്പാണ് കൃഷ്ണദാസ് ചിരി വരുന്നുണ്ട്. ഇത് ഡാക്യൂമറാണ്. ഞാനതിൽ കണക്ട് ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്ക്. ഇപ്പം
ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ കാരണമാണോ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്നൊക്കെ ആലോചിച്ച ഒരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ. ശരിക്ക് അത്തരം മൊമെന്റുകളിലെ മറ്റേ ഹഡിൽസ് ചാടുന്ന പോലെ അതിന്റെ 2 ലാപ്പ് അപ്പുറം ചാടി ഇപ്പോ അടുത്ത സിനിമ റിലീസിന് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. ചെയ്തിരിക്കുകയാണ്. അത് ഡീൽ ചെയ്ത് അത് അത്രയും പറഞ്ഞ മാനസികമായിട്ട് സ്ട്രോങ് ആയിരുന്ന സമയമായിരുന്നു. എനിക്കറിയില്ല. എനിക്ക് അല്ലെങ്കിൽ മൊത്തത്തിലൊരു തളർച്ചയായിരുന്നു മൊത്തത്തിൽ. കാരണം ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഫൈൽ ഷോർട്ട് ഫിലിംസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഫൈലാക്കി നമ്മൾ പ്രൊഡക്ഷനിലൊക്കെ പോകുമ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് കാണിക്കാൻ. പിന്നെ കരിക്കിന് വേണ്ടിയിട്ട് വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രൊഫൈൽ വർക്കായിരുന്നു. ഇതും അടുത്ത പ്രൊഫൈൽ ഞാനൊരു സിനിമയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കേണ്ട ഒരു സ്റ്റേജിലോട്ടാണ് എത്തിയത്. അതാ പറഞ്ഞു. പിന്നെ ഡയറക്ഷൻ വിട്ട് ഞാനിപ്പുറത്ത് ഇങ്ങനെ സൈജേട്ടൻ അവിടെ നിന്ന് വിളിച്ചിട്ട് ഞാൻ നായകനെ അവിടെ നിർത്തുകയാണ്. സിനിമ വിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ വൈഫിനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചേട്ടന് ധൈര്യം കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചേട്ടൻ അങ്ങനെ വിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴും എനിക്കറിയാം ദൈവം ഞാനൊരു സിനിമയും കൊണ്ട് ചെന്നിട്ട് ആ മനുഷ്യനെ ആദ്യമായിട്ട് നിർമ്മിച്ച് അത് പൊളിഞ്ഞ് പാളീസായി പുള്ളിയുടെ സിനിമ വിടാൻ പോവാന്ന് പറഞ്ഞു. 20 വർഷം ഇൻഡസ്ട്രി ഉണ്ടെന്ന ആളെ ഞാൻ പിടിച്ച് ഫീൽഡ് ഔട്ട് ആക്കിയോ. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനൊന്നവനെ പക്ഷെ ഞാൻ സിനിമ വിട്ടു പോകാനുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡയറക്ഷൻ വേണമെങ്കിൽ നിർത്താം, വേറെ പണി അറിയാവുന്ന വല്ല ഡയറക്ടറുടെ അടുത്ത് പോയിട്ട് റൈറ്ററായിട്ട് അങ്ങനെ കയറാൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെയുള്ള തോട്ട്സ് വെച്ചാൽ ആകപ്പാടെ ഇതൊക്കെ എന്താണ് ഇത്, അവക്കിത് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ. അങ്ങനെ അഭിനയ പരിപാടി ഇപ്പം ഞാൻ ഓഡീഷനും കാര്യങ്ങളൊക്കെ മുമ്പ് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ തന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അതിൽ കയറി അഭിനയിച്ച് പതുക്കെ പതുക്കെ അങ്ങനെ ഒരു ട്രാക്ക് പിടിക്കാം. ഓഡിഷൻ പോയി ഞാൻ ഇതുവരെ പോയി ഓഡിഷൻ ഇതുവരെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെയാണ് ഒറിജിനൽ ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആയിരുന്നു ഞാൻ ആ ഓഡിഷനൊക്കെ വിട്ട് ഇങ്ങനെ പോയത്. അപ്പൊ എന്ത് ചെയ്തു വീണ്ടും ഒരു കോവിഡില് വരെ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം എന്നുള്ളത്, മുന്നോട്ട് എന്ത് എന്നുള്ളത് പറയുമ്പോ ഇവിടെയാണ് എത്തിയപ്പോഴാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ അതൊക്കെ വിടാം എന്നുള്ളൊരു ഇതിലോട്ട് എത്തിയത് കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുവായിട്ട് വീണ്ടും മുമ്പത്തെ പോലെ തന്നെ അടുത്ത കഥ എടുത്തിടുന്നു, എഴുതുന്നു, എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ വരുന്നിടത്ത് കാണാച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ കാണുന്ന ഉറപ്പായിട്ടും ഭരതനാട്യം കണ്ടിഷ്ടപ്പെട്ട പ്രേക്ഷകര്, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ റിഗ്രറ്റ് ചെയ്യുന്നത് മോഹിനിയാട്ടത്തിന്റെ ട്രെയിലറാണ് എന്നെ ഭരതനാട്യത്തിൽ എത്തിച്ചത്. ഞാൻ ഇപ്പോഴും അത്രയും കോൺഫിഡൻസ് കൂടെ പറയും ഭരതനാട്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് സീൻ ബൈ സീൻ ആ പടത്തെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഇത്ര ആളുകൾ ഉറപ്പായിട്ടും മോഹിനിയാട്ടത്തിന്റെ വിജയം ഈ പറഞ്ഞ കൃഷ്ണദാസ് എക്സൈറ്റഡ് അല്ലെങ്കിൽ കൂടി അവരെല്ലാം അത്ര അധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഓവർ എക്സൈറ്റഡ് അല്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരുന്നതല്ലോ. കാരണം നമ്മുടെ കയ്യിലല്ലല്ലോ എല്ലാ കാര്യങ്ങൾ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. മഴ പെയ്താലും മതി, ആളുകളുടെ വരവ് കുറയും, അങ്ങനെയുള്ള നമ്മുടെ കയ്യിലല്ലാത്ത കുറെ ഫാക്ടേഴ്സ് ഉണ്ട് തിയേറ്ററിൽ പടം പാളി പോവാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചാലും നമ്മള് സ്ട്രോങ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളതിന്റെ ഒരു പ്രിപ്പറേഷനാണത്. അല്ലാതെ വളരെ ഹാപ്പിയാണ് ഇത് ഓഡിയൻസ് വന്ന് ഒരു ഫുൾ ഹൗസിൽ എല്ലാവരും ചിരിച്ച് ഒരു ഹൗസ്ഫുൾ ബോട്ടിന്റെ അടുത്ത് നിൽക്കുക. ഞങ്ങൾക്ക് ക്രൂ ഷോന് പോലും ഹൗസ്ഫുൾ കിട്ടിയിട്ടില്ല. കാരണം ഇത് ഹേമ കമ്മിറ്റി പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വരാൻ മടിയായിരുന്നു. കാരണം എല്ലാവരും അടുത്ത് മൈക്കായിട്ട് മീഡിയ എത്തിയിട്ട് അതും ഇതൊക്കെ ചോദിക്കണമെന്നുള്ളത് അതുപോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഈ ബുക്ക് മൈ ഷോ ട്രെൻഡിങ് അത് നമ്മുടെ പടം മാത്രം ആരും ഇല്ലടേ എന്നുള്ള ഇതിൽ. അപ്പൊ ഇതൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു കൺട്രോൾ കടിഞ്ഞാണ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ വിജയം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ വിജയം സംഭവിക്കട്ടെ. ഉറപ്പായിട്ടും കൃഷ്ണദാസും ഈ ഭരതനാട്യത്തിന്റെ എൻ്റെ ഒരു ക്രൂ ഈ സക്സസ് അച്ചീവ് ചെയ്യണമെന്നും ഉറപ്പായിട്ടും നിറയെ ഹൗസ്ഫുൾ ബോർഡുകൾ വരണമെന്നും അതിന്റെ മുന്നിൽ നിങ്ങളുടെ ഫോട്ടോ കാണണമെന്നും ഈ സക്സസ് ഭയങ്കര രസമുള്ളതായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പോലെ എല്ലാവിധ ആശംസകളും. ഈ ചിത്രം വലിയ രീതിയിൽ ചെയ്യുക വരട്ടെ. താങ്ക് യു.